ഹായ് മക്കളെ, എല്ലാവർക്കും നല്ല കിടിലൻ ഗുഡ് ആഫ്റ്റർനൂൺ. സാർ പറയുന്നത് പ്രോപ്പർ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച്. ഓക്കെ അരുൺ സാർ ആ മോണിറ്റർ ഒന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിൻ്റെ പേര് ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതൊരു സ്ലോഗനാണ്, ഇതൊരു മുദ്രാവാക്യമാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും അല്ലേ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നും പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോകുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊരു സ്ലോഗൻ. ഈ സ്ലോഗൻ ആദ്യമായിട്ട് മുഴങ്ങി കേട്ടത് എവിടെയാണെന്ന് അറിയോ? 1789 ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ആദ്യമായിട്ട് ഒരു ജനത ഇത് ഒരുമിച്ച് പറഞ്ഞത്. അവര് അവിടെ ഭരിച്ചിരുന്ന ബൂർബൻ രാജാക്കന്മാർക്കെതിരെ ഫ്രാൻസിലെ ജനങ്ങൾ അവിടത്തെ ബാസ്റ്റിൽ ജയില് തകർത്തുകൊണ്ട്, അവിടെയുള്ള കുറ്റവാളികളെ മൊത്തം മോചിപ്പിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് അവർ മുഴക്കിയ ലോക പ്രശസ്തമായ ഒരു മുദ്രാവാക്യമാണ് ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതായത് ഫ്രാൻസിലെ ജനങ്ങൾക്ക് എന്താണോ അത്രയും കാലം ഇല്ലാതിരുന്നത്, അതാണ് ഇതൊക്കെ. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, ജനങ്ങള് അടിമകളെ പോലെയായിരുന്നു. സമത്വം ഉണ്ടായിരുന്നില്ല, ജനങ്ങളെ പല തട്ടുകളായിട്ട് തിരിച്ചേക്കാണ്. ഏറ്റവും പണക്കാരൻ, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും താഴെ കിടക്കുന്നവൻ. സാഹോദര്യം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം രാജ്യം ഇങ്ങനെ വിഘടിച്ച് കിടക്കാണ്, ഒരു അന്തോ കുന്തൂലാണ് കിടക്കണ രാജ്യം. രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ ഉള്ളൊരു അവസ്ഥയിൽ പോവുകയാണ്. ഇങ്ങനെ പോയാൽ ഒരു രാജ്യം അധപ്പതിക്കും എന്നതിന് വേറൊരു തെളിവും വേണ്ട. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവിച്ചത്. ആ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. മക്കളെ, ലോക ചരിത്രത്തിൽ ഒരു വിപ്ലവം ഒരു ലോകത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാം എന്ന് കാണിച്ചു തന്ന ഒരു വിപ്ലവമാണ് മക്കളെ 1789 മുതൽ 1792 വരെ ഉള്ള വർഷങ്ങളിൽ ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവം. So this event is considered as the milestone of the world history, recent world history. ലോക സമീപകാല ചരിത്രത്തിന്റെ നാഴികക്കല്ല് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ് മക്കളെ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങ് കേരളത്തിൽ കിടക്കുന്നത് നമ്മൾ എന്തിനാണ് ഫ്രഞ്ചുകാരുടെ ചരിത്രം പഠിക്കുന്നതെന്ന് പലർക്കും ചിലപ്പോൾ തോന്നാം. നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ കിടപ്പില്ലേ ഈ കേരളത്തിൽ, ഈ എറണാകുളം ജില്ലയിൽ, ഈ തൃശ്ശൂർ ജില്ലയിൽ കിടക്കുന്ന, ഞങ്ങൾ എന്തിനാണ് സാറേ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിപ്ലവമാണ് മക്കളെ ലോകത്തെ ആൾക്കാരെ മാറ്റിയത്. ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറയും അത് ഞങ്ങളുടെ റൈറ്റ് അല്ലേ, അത് ഞങ്ങളുടെ അവകാശമല്ലേ. ഇതൊന്നും കിട്ടാതിരുന്നൊരു തലമുറ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഒന്ന് വാതുറക്കാൻ പറ്റാതിരുന്ന തലമുറ ഉണ്ടായിരുന്നു. അതിനെ മാറ്റിമറിക്കാൻ കാരണമായത് ഇത്തരം വിപ്ലവങ്ങളാണ്. അത്തരം വിപ്ലവങ്ങളിൽ ഏറ്റവും ദ ജെം ഓഫ് ദ റെവല്യൂഷൻ, നാഴികക്കല്ല് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. നമുക്ക് ആദ്യം ഞാനിവിടെ പറയാൻ പോകുന്ന ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നല്ല, ഫ്രഞ്ച് വിപ്ലവം പറട്ടെ. ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണക്കാരായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, സംഭവ വികാസങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് ഈ ചാപ്റ്ററിൽ പറയാനായിട്ട് പോകുന്നത് അല്ലേ സാറേ? യെസ്. അപ്പോൾ അതിൽ ആദ്യം പറയാൻ പോകുന്നത് എന്താണ്? ദ ഡിസ്പോയിറ്റിക് റെയിൻ ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ശരിയല്ലാത്ത ഭരണം. അതായത് ഡിസ്പോയിറ്റിക് റെയിൻ എന്ന് വെച്ചാൽ ഭരണം, ഡിസ്പോയിറ്റിക് എന്ന് വെച്ചാൽ ഒരു അഹന്ത നിറഞ്ഞ, സ്വേച്ഛാധിപത്യം നിറഞ്ഞ ഒരു ഭരണം ഫ്രാൻസിൽ. ഈ മനുഷ്യനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇയാളുടെ കാലം മുതലാണ് ഫ്രാൻസ് അധപ്പതിക്കാൻ തുടങ്ങിയത്. മരിച്ചവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പാടില്ല എന്നാണ്, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ആളൊരു ഭയങ്കര പ്രശ്നക്കാരായിരുന്നു. കിങ് ഓഫ് ലൂയി ദ 14, ലൂയി 14 എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ താമസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിലാണ്, വേഴ്സായിൽ കൊട്ടാരം. ഫ്രാൻസിലുള്ള ഒരു കൊട്ടാരമാണ് വേഴ്സായിൽ കൊട്ടാരം, വേഴ്സായിൽ പാലസ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങേര് പറഞ്ഞ കുറച്ച് ഡയലോഗുകളുണ്ട്, സഹിക്കൂല, പെറ്റത്തള്ള സഹിക്കൂല. ഇങ്ങേര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു ഇവരുടെ സ്വേച്ഛാധിപത്യ ഭരണം? ലൂയി 14 ലൂയി 14 ശേഷം വന്ന ലൂയി 15 അതിനുശേഷം വന്ന മണ്ടനായ ലൂയി 16 ലൂയി 16 കാലത്താണ് ഈ വിപ്ലവം നടക്കുന്നത്. ലൂയി 14 ലൂയി 15 ഭരിച്ച് മുടിച്ച് നശിച്ച് കിടക്കുമ്പോഴാണ് ലൂയി 16 ആരായിട്ട് വരുന്നത്? രാജാവായിട്ട് വരുന്നത്. അതോടുകൂടി അങ്ങോട്ട് ജനങ്ങൾ പൊറുതി മുട്ടി, ജനങ്ങൾ അങ്ങോട്ട് വിപ്ലവം അങ്ങോട്ട് തുടങ്ങി. ഓക്കെ, നോക്കാം. ലൂയി 14 തുടങ്ങി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം, ചിരിക്കരുത്. നോക്കിയേ, ലൂയി 14 പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദ ബൂർബൺ ഡൈനസ്റ്റി,
വേഴ്സായിൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന രാജവംശത്തെ വിളിച്ചിരുന്നത് ബൂർബൻ രാജാക്കന്മാരെന്നാണ്. അതിൻ്റെ അകത്ത് പെടുന്ന ആളാണ് ഈ ലൂയി 14 ലൂയി, അതായത് ലൂയി 14, ലൂയി 15, ലൂയി 16, ഇവരൊക്കെ ബൂർബൻ ഡൈനസ്റ്റിയിൽ വരുന്നത്. ബൂർബൻ രാജാക്കന്മാർ വാസ് റൂളിംഗ് ഇൻ ഫ്രാൻസ് ഫോർ ഡെക്കേഡ്സ്. വർഷങ്ങളോളം, അതായത് പതിറ്റാണ്ടുകളോളം ഫ്രാൻസിനെ ഭരിച്ചത് ലൂയി 14, ലൂയി 15, ലൂയി 16 എന്നൊക്കെ പറയുന്ന ബൂർബൻ രാജാക്കന്മാരാണ്. ഫസ്റ്റ് പോയിന്റ് പിടിയിട്ടേക്കൊന്ന് കൈവശം കാണിച്ച്. ഫസ്റ്റ് പോയിന്റ്, ദേ ബിലീവ്ഡ് ഇൻ ദ ഡിവൈൻ റൈറ്റ് ഓഫ് റൂളേഴ്സ്. ഇവന്മാർ വിശ്വസിച്ചിരുന്നത് രാജാധികാരം, ദാറ്റ് വാസ് ഡിവൈൻ റൈറ്റ്, ദൈവികമാണെന്നാണ്. ഡിവൈൻ റൈറ്റ്, ദൈവം നമുക്ക് നൽകിയ അവകാശമാണ് ജനങ്ങളെ ഭരിക്കുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെയൊക്കെ ഭരണാധികാരികൾ അങ്ങനെയാണോ പറയുന്നത്? അല്ല. ഇവിടുത്തെ ഭരണാധികാരികൾ എന്തെന്നാ പറയുന്നത്? ഞങ്ങളൊക്കെ ജനങ്ങളുടെ ദാസനാണെന്നാണ്. പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല, എനിക്ക് കീഴെ ജനങ്ങൾ എന്നാണ്. അതുവരെ വാക്കുകളുണ്ട്. there was the parliament called the estate general. it was not summoned for a long time. എന്നാൽ ഇവിടെ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു. ഇവിടെ രാജഭരണമെന്നും കരുതി കംപ്ലീറ്റ് രാജഭരണമല്ല, ഇവിടെ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു. ആ പാർലമെന്റിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ് ജനറൽ. അവിടെയും കൂടെ ആൾക്കാർ വന്നിരുന്ന് അവരും കൂടെ രാജാവുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഫ്രാൻസിൽ എന്ത് കാര്യങ്ങളും നടത്തിയിരുന്നത്. ഇപ്പൊ ഫ്രാൻസിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? പാഠ്യപദ്ധതി പരിഷ്കരിക്കണം. കുട്ടികളുടെ പുതിയ സിലബസ് കൊണ്ടുവരണം. രാജാവ് എന്ത് ചെയ്യും? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടും. അപ്പൊ അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ വരും, രാജാവിനോട് സംസാരിക്കും. ഓക്കെ, എന്നിട്ട് രാജാവ് ഒരു തീരുമാനം എടുക്കും. അങ്ങനെയാണ് മുമ്പ് കാര്യങ്ങൾ നടന്നിരുന്നത്. പക്ഷെ ഈ ബൂർബൻ രാജാക്കന്മാരുടെ ഈ ലൂയി 14, 15, 16 കാലഘട്ടങ്ങള് വന്ന സമയത്ത് ഇറ്റ് വാസ് നോട്ട് സമൺഡ് ഫോർ എ ലോങ് ടൈം. ഈ ജനറൽ എസ്റ്റേറ്റ് വിളിച്ചു കൂട്ടുന്നില്ല. ഇത് വിളിച്ചു കൂട്ടിയാലേ രാജാവ് ആൾക്കാരായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇത് വിളിച്ചു കൂട്ടുന്നില്ല. വിളിച്ചു കൂട്ടില്ല പിന്നെ എന്ത് ചെയ്യും? ദ മോസ്റ്റ് പ്രോമിനന്റ് ഓഫ് ദ ബൂർബൻ കിങ് വാസ് ലൂയി 14 വിത്ത് ഡിക്ലെയർഡ്. നോക്കി, ഇതിൻ്റെ അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു രാജാവാണ് ലൂയി 14. ഞാൻ നേരത്തെ പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞെന്നറിയോ? ഐ ആം ദ സ്റ്റേറ്റ്. ഞാനാണ് രാഷ്ട്രം. ഐ ആം ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഞാനാണ് കാരണഭൂതൻ എന്ന് പറയുന്ന പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? ഇതിനൊക്കെ കാരണം ഞാനാണ്. ഇന്ന് ഈ ഫ്രാൻസ് ലോകം മുഴുവൻ അറിയപ്പെടാൻ കാരണഭൂതൻ ഞാനാണ് എന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? അല്ലേ? ഈ രാജാക്കന്മാര് സ്വയം പൊക്കി പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര പവർഫുൾ ഡയലോഗല്ലേ ഇത്? ഐ ആം ദ സ്റ്റേറ്റ് എന്ന്. ഹോ, എത്ര ലജ്ജാവഹം അല്ലേ? നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ രാജാക്കന്മാര് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ച്? ഇല്ല. രാജാക്കന്മാരെ നമ്മൾ രാജാക്കന്മാരായിക്കോട്ടെ, നമ്മൾ ഭരിക്കുന്നവരായിക്കോട്ടെ, ജനങ്ങൾക്ക് തോന്നേണ്ട എന്താണ്? തോന്നിയാലും മതി. എന്ത്? ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യാനാണ് ഈ ഭരണാധികാരികൾ എന്ന് ജനങ്ങൾക്ക് തോന്നുമെങ്കിലും വേണം. അങ്ങനെ തോന്നാത്ത പക്ഷം പ്രശ്നമാണ്. പക്ഷെ ഇവിടെ തോന്നിയില്ല. രാജാവ് പറയണ്, ഞാനാടാ ഫ്രാൻസ്, ഞാനാടാ, എനിക്ക് ശേഷം ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലൂയി 15 പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ആഫ്റ്റർ മീ ദ ഡിലൂജ്. ലൂയി 15 പറഞ്ഞാണ്. എന്താണെന്നറിയോ? എനിക്ക് ശേഷം ഇവിടെ ഒന്നുമില്ല, എനിക്ക് ശേഷം പ്രളയം. ലൂയി 14 മോൻ ലൂയി 15 പറയണേ, എനിക്ക് ശേഷം പ്രളയം. അതിനുശേഷം ഇല്ല, ലോകമില്ല. ഞാൻ പോയ ഫ്രാൻസ് ഇല്ല, ഞാനാണ് ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഫ്രാൻസ്, ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ലൂയി 14 മകൻ ലൂയി 15 പറയാണ്, എനിക്ക് ശേഷം പിന്നെ ഫ്രാൻസേ ഇല്ല, എനിക്ക് ശേഷം പിന്നെ പ്രളയം. എത്ര അഹങ്കാരം പിടിച്ച ഡയലോഗ്. ഇനി ലൂയി 16 ഭാര്യയുണ്ട്, മേരി ആന്റോണിയറ്റ്. ഫ്രാൻസില് ജനങ്ങള് തിന്നാനൊന്നുമില്ലാണ്ടേ, കഴിക്കാൻ പോലും ഒന്നുമില്ലാണ്ട് കൊണ്ട ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഫ്രാൻസില്, ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റ്, ഇഫ് ദേ ഹാവ് നോട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് ബ്രെഡ് കഴിക്കാനില്ലേ, ഇല്ലെങ്കിൽ അവർ കഴിക്കണ്ട, അവർ കേക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞ ആളാണ് ആര്? ലൂയി 16 ഭാര്യ മേരി ആന്റോണിയറ്റ്. അതിൽ നിന്ന് എന്ത് ഒരു കാര്യം വ്യക്തമാണ്, ജനങ്ങൾ എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ കൊട്ടാരത്തിലിരിക്കുന്നവർക്ക് അറിയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ജനങ്ങള് പൊറുതിമുട്ടിയിരിക്കുകയാണ്, സഹിക്കാവുന്നതിന്റെ അപ്പുറത്ത് എത്തി നിൽക്കുകയാണ് ജനങ്ങൾ. നികുതി കൊടുത്ത് 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 ജനങ്ങളെ പിഴിഞ്ഞ് ജനങ്ങൾ നറുനാശമായിട്ടിരിക്കുകയാണ്. ഇനി അധപ്പതിക്കാനും മാത്രം ഒന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ജനങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ ഇത് ഇവർക്ക് അറിയില്ല എന്ന്. ഇവരുടെ വിചാരം ജനങ്ങൾ ഹാപ്പിയാണെന്നാണ്, കുഴപ്പമില്ല എന്നാണ്. മനസ്സിലായില്ലേ? ആ അവസ്ഥയിലാണ് മേരി ആന്റോണിയറ്റ് അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അവർ മണ്ടിയായിരുന്നിരിക്കണം, അവർക്ക് ബോധമില്ലാതിരിക്കണം.
അല്ലെ പിന്നെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റും, ബ്രെഡ് കഴിക്കാനില്ലെങ്കിൽ അവർ പോയി കേക്ക് കഴിക്കട്ടെ എന്ന് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ബ്രെഡും കേക്കൊക്കെ യഥേഷ്ടം കിട്ടുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവില്ല. കാരണം ബ്രെഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ അവരുടെ പ്രധാന ഭക്ഷണമാണ് ബ്രെഡ്. അത് കഴിക്കാനില്ല എന്നവർക്ക്. അപ്പൊ പിന്നെ അവരെങ്ങനെ കേക്ക് പോയി കഴിക്കും? ഒരു പാക്കറ്റ് ബ്രെഡിനാണോ വില, ഒരു പാക്കറ്റ് കേക്കിനാണോ വില? പക്ഷെ അതൊന്നും മേരി അന്റോണിയറ്റിന് അറിയില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെങ്കിലും ഒന്ന് കൈവീശി കാണിച്ച്. യെസ്. അപ്പോ എന്താണ് ഫ്രഞ്ച് റവല്യൂഷനായ ഒരു കാരണം നിങ്ങൾക്ക് പിടിച്ചു കിട്ടിയാലോ? ഒന്നും കൂടെ ഒന്ന് ഇതാക്കാം. ഇവിടെ രാജാവ് ഉണ്ടായിരുന്നെങ്കിലും രാജാവിൽ നിന്നും ജനങ്ങൾ അകലാൻ തുടങ്ങി. രാജാവ് പണ്ടൊക്കെ രാജാവ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. രാജാവിനൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ സാറേ നമസ്കാരം ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോടത്ത് രാജാവ് എന്നൊക്കെ പറയുമ്പോ എന്റെ സാറേ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറി. അവരെങ്ങനെ ആ ഒരു ലെവലിലോട്ട് എത്തി, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിയേ, അനലൈസ് ദ റീസൺ ഫോർ വൈ ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് ബിക്കം അൺപോപ്പുലർ. ഫ്രാൻസിലെ ഭരണാധികാരികൾ ജനങ്ങൾക്ക് അപ്രിയരായി തീർന്നത്, അതായത് അപ്രിയർ എന്ന് വെച്ചാൽ താല്പര്യമില്ലാത്തവർ, ഇഷ്ടമല്ലാത്തവർ, പ്രിയരല്ലാത്തവർ, അപ്രിയരായി തീരുവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു അല്ലെ? അനലൈസ് ദ റീസൺസ്. ആ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ആ റീസൺ നോക്കാം. ഒന്ന്, കറപ്ഷൻ. ഒന്നാമത്തെ കേസ് കറപ്ഷൻ ആണ്. കറപ്ഷൻ എന്ന വാക്കിന് അർത്ഥം അഴിമതി. കറപ്ഷൻ എന്ന വാക്കിന് അർത്ഥം എന്താണ് മക്കളെ? അഴിമതി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് എക്സ്ട്രാവെഗൻസ്. എക്സ്ട്രാവെഗൻസ് എന്ന് വെച്ചാൽ ധൂർത്ത്. എക്സ്ട്രാവെഗൻസ് എന്ന് വെച്ചാൽ ധൂർത്ത്. ഇവര് കൊട്ടാരം മോടി പിടിപ്പിക്കുക, മനസ്സിലായില്ലേ? കൊട്ടാരം തന്നെ മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങളും കോടികളും രൂപയാവും. കൂടുതൽ എന്താ പറയാ, രാജാവിന് വേണ്ട വസ്ത്രങ്ങള്, ആഭരണങ്ങള്, പിന്നെ മറ്റേ സെനറ്റൊക്കെ അടിപൊളിയാക്കുക, പിന്നെ രാജാവ് യാത്ര ചെയ്യുന്ന കുതിരവണ്ടിയൊക്കെ വളരെ വില കൂടിയത്. അങ്ങനെ എക്സ്ട്രാവെഗൻസ് ഭയങ്കരമായിട്ട് ചെലവ് ആക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ പാവപ്പെട്ടവന് ചികിത്സയ്ക്ക് പോലും അവസരമില്ല, അല്ലെങ്കിൽ ഇതായിരുന്നില്ല. പക്ഷെ അവിടെ രാജാവ് ആ പൈസയൊക്കെ എടുത്ത് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരവസ്ഥയാണ്. ആൻഡ് കണ്ടിന്യൂസ് വാർ. ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ എന്ന് വെച്ചാൽ ആവശ്യമുള്ള യുദ്ധവും അനാവശ്യമായിട്ടുള്ള യുദ്ധവും. ഈ സമയത്ത് അമേരിക്കയിലൊക്കെ യുദ്ധം നടക്കുന്ന സമയമാണ്. ഒരു കാര്യമില്ലാണ്ട് ഇവിടുന്ന് സൈന്യത്തെ അമേരിക്കയിലേക്ക് അയച്ചു കൊടുത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ബൈ ദ ലൂയിസ് 15, ലൂയി 15 കൂടുതൽ യുദ്ധങ്ങൾ നടന്നത്. ഹു സക്സീഡഡ് ദ ലൂയി 14? ലൂയി 14 ശേഷം മക്കളെ ഇതിന്റെ പേജ് നമ്പർ ഒന്ന് എല്ലാവരും ആരെങ്കിലും ഒന്ന് അറിയാവുന്നവരൊന്ന് മെസ്സേജ് അയക്കാമോ? ടെക്സ്റ്റിലെ പേജ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി. ടെക്സ്റ്റിലെ പേജ് നമ്പർ 29, 29 ആണ് കേട്ടോ. ഓക്കെ, നോക്കിയേ. അപ്പൊ ലൂയിസ് 15, ലൂയി 15. ഹു സക്സീഡഡ് ലൂയിസ് 14? ലൂയി 14 ശേഷം വന്ന രാജാവാണ്, ബൂർബൻ രാജാവാണ് ലൂയി 15. പുട്ട് ദ കൺട്രി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ഇൻ മിസറി. ഈ ജനങ്ങളെ എങ്ങോട്ടേക്ക് എടുത്തു? ദുരിതത്തിലേക്ക്. മിസറി എന്ന് വെച്ചാൽ ദുരിതം. ജനങ്ങളെ ദുരിതത്തിലേക്ക് കൊണ്ടുപോയി. പുട്ട് ദ കൺട്രീസ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ഇൻ ടു മിസറി. മിസറി എന്ന് വെച്ചാൽ ദുരിതം. ദുരിതത്തിലോട്ട് ജനങ്ങളെ കൊണ്ടുപോയി. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ലൂയി ദ 16, ലൂയി 16. ഹു ബിലീവ്ഡ് ദാറ്റ് ദ കൺട്രി വാസ് സേഫ് in the hands of his loyal ministers. അദ്ദേഹം വിചാരിച്ചത്, ലൂയി 16 വിചാരിച്ചത് രാജ്യം സേഫ് ആണെന്നാണ്. രാജ്യത്തുള്ള ആളുകളൊക്കെ അടിപൊളിയാണ്, ജനങ്ങളെ ഹാപ്പിയാണ്, അദ്ദേഹത്തിനോട് താല്പര്യമുള്ള മന്ത്രിമാരെയാണ് അദ്ദേഹം വെച്ചിരുന്നത്. ഈ മന്ത്രിമാരുടെ ഭരണത്തിൽ ജനങ്ങളെ ഹാപ്പിയാണെന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. അപ്പൊ പുള്ളി യാത്ര ചെയ്യും, പുള്ളിയുടെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യും, ജനങ്ങളെ ആക്രമിക്കാനൊക്കെ വരും. ആ ജനങ്ങളെ പിടിച്ച് പട്ടാളക്കാർ നല്ല അടി വെച്ച് കൊടുക്കും, നല്ല അടി അടിക്കും. പക്ഷെ പുള്ളിനോട് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത് രക്ഷാപ്രവർത്തനമാണെന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു രാജാവായിരുന്നു ആര്? ലൂയി ദ 16. മനസ്സിലായില്ലേ? പുള്ളിയുടെ കാര്യം എന്ന് വെച്ചാൽ പുള്ളി വിചാരിക്കുന്നതാണ് ജനങ്ങൾ ഹാപ്പിയാണ്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ് ഫ്രാൻസിൽ എന്നൊക്കെ പുള്ളി വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്. പുള്ളിനെ പല ആൾക്കാർ പുകഴ്ത്തുകയും ചെയ്യും. ലൂയിസ് ദ 16 എന്തൊരു അടിപൊളി ആളാണ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നാടിന് വേണ്ടി ചെയ്യുന്നത്, എത്രയോ നിലവാരമുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പുള്ളിനോട് പറയുകയും ചെയ്യും. അപ്പോൾ പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ജനങ്ങൾ ഹാപ്പി, മന്ത്രിമാര് ഹാപ്പി, ലൂയി ദ 16 ഹാപ്പി. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ എക്സ്ട്രാ വെജൻസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എക്സ്ട്രാ വെജൻസ് കാണിച്ചിരിക്കുന്നത് ലൂയി 16. ലൂയി 16 കാലഘട്ടത്തിലാണ് ഫ്രാൻസിൽ ഇതുവരെ കാണാത്ത എക്സ്ട്രാ വെജൻസ്. രാജാവൊക്കെ പോകുന്ന സമയത്തുള്ള വാഹന വ്യൂഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ആണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. The king pretended to not
ടു സീ ദ ക്വീൻസ് എക്സ്ട്രാവജൻസ്. മാത്രമല്ല ദ കിങ്, രാജാവ്, പ്രിട്ടൻഡഡ്, അവഗണിച്ചു. പ്രിട്ടൻഡഡ് എന്ന വാക്കിനർത്ഥം എന്താണ്? അവഗണിച്ചു. നോട്ട് ടു സീ, അദ്ദേഹം കണ്ടില്ല എന്ന് അടിച്ചു, അവഗണിച്ചു. അല്ലെങ്കിൽ നോട്ട് ടു സീ, കണ്ടില്ല എന്ന് അടിച്ചു. ദ ക്വീൻസ് എക്സ്ട്രാവജൻസ്, രാജ്ഞിയുടെ, ആരുടെ? മേരി ആന്റോണിയറ്റിലെ രാജ്ഞിയുടെ ധൂർത്ത്, എക്സ്ട്രാവജൻസ്, ഭയങ്കര ലാവിഷായിരുന്നു. ഒരു ദിവസം തന്നെ 5 ഗൗണൊക്കെ ഇടും. മറ്റേ ഡ്രസ്സേ, അവിടെ ഡ്രസ്സിനൊരു ഗൗൺ എന്ന് പറയും, രാജ്ഞിമാരൊക്കെ ഇടുന്നു. അതൊരു ദിവസം തന്നെ 5 എണ്ണൊക്കെ ഇടും. രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരല്പം ചായയൊക്കെ വീണു, അപ്പൊ തന്നെ അത് മാറ്റി അടുത്തത് എടുത്തിടും. എവിടെ ജനങ്ങൾക്ക് ഒരു നേരം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് വീണ്ടും അലക്കിയിട്ട് വീണ്ടും ഇതിട്ട് പോകേണ്ട അവസ്ഥയാണ്. അല്ലാണ്ട് വേറെ ഈ സമയത്ത് ഇവര് തകർക്കാണ്. പക്ഷെ അതൊക്കെ കിട്ടിയിട്ടാ. ഈ ലൂയി 16-നും ലൂയി 16-ന്റെ ഭാര്യ മരിച്ചത് എങ്ങനെയാണെന്നറിയോ? ജനങ്ങൾ കാണലേ, പൊതുമധ്യത്തിൽ കഴുത്ത് തലയും 2 കഷ്ണാക്കിക്കൊണ്ട് ജനങ്ങൾ നോക്കി നിൽക്കെ ആണ് അവർ മരിച്ചത്. ജില്ലറ്റിൻ എന്ന് പറഞ്ഞൊരു മാരകമായിട്ടുള്ളൊരു സാധനമുണ്ട്. അവിടെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കും, ടക്ക് എന്ന് പറഞ്ഞാൽ അടിക്കും. തല വേറെ ഉടല് വേറെ. അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ, അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അവർ മരണപ്പെട്ടു. അത് വേറെ, അത് ചരിത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്രഞ്ച് റവല്യൂഷൻ വേറെ ലെവല് സംഭവമാണ്. ലോക ചരിത്രത്തിൽ ഇതേ ഒരു റവല്യൂഷൻ പിന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ജയിച്ച വിപ്ലവമാണ്. സാധാരണ എല്ലാ വിപ്ലവങ്ങളും അടിച്ചമർത്തപ്പെടുകയാണ്. ഇത് ജയിച്ച് നിൽക്കുന്ന സംഭവമാണ്. ഓക്കെ, the king pretended not to see the queen's extravagance. This made the people unhappy. ഇതാണ് ജനങ്ങളെ കൂടുതൽ ചൊടിപ്പിച്ചത്. ജനങ്ങളെ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം. കാരണം ക്വീൻ ആയിട്ടുള്ള മേരി ആന്റോണിയറ്റിന്റെ ദൂർത്ത് കാണുന്നുണ്ട്. മാത്രമല്ല ഈ രാജാവിന് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്ത് പരിപാടിക്ക് പോയാലും ഇവരെയും കൊണ്ടുവരും. ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇവരുടെ എക്സ്ട്രാവജൻസ്, ഇതൊക്കെ ജനങ്ങൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അൺഹാപ്പി ആണെന്നുണ്ടെങ്കിൽ രാജാവിനെ പിടിച്ച് താഴേക്ക് ഇടാൻ അധികം സമയമൊന്നും, എത്ര വലിയ രാജാവാണെങ്കിലും, എത്ര വലിയ പവർ ഉണ്ടെങ്കിലും. അപ്പൊ ജനങ്ങള് അൺഹാപ്പി ആണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച്. ഇതാണ് ജനങ്ങളിൽ നിന്നും ഭരണാധികാരികൾ അകലാനുണ്ടായ കാരണം. മനസ്സിലായില്ലേ? ജനങ്ങളിൽ നിന്ന് ഭരണാധികാരി അകലുന്ന, ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വരുന്നവനാണ് ഭരണാധികാരി. അല്ലാണ്ട് നമ്മളെ രാജാവാണെങ്കിൽ പോലും രാജാവിന്റെ പവർ ധാർഷ്ട്യം കാണിക്കരുത് എന്നാണ് കൗടില്യൻ വരെ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന്റെ പവർ മൊത്തം അവിടെ കാണിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ. ഇനി അന്നേ വരെ, അത്രയും കാലം വരെ ഫ്രാൻസിൽ ഉണ്ടായ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ജനങ്ങൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജനങ്ങളൊക്കെ ഈക്വൽ ആണ്, ശരിയല്ലേ? ഇപ്പൊ ആരാണെങ്കിലും ഇപ്പോ ചിലവരെ നമ്മൾ ബഹുമാനിക്കും, അയാൾ ചെയ്യുന്ന പ്രൊഫഷൻ, അയാളുടെ വെൽത്ത്, അല്ലെങ്കിൽ അയാൾക്ക് സൊസൈറ്റിയിലുള്ള ഡോമിനൻസ് ഒക്കെ കണ്ട് നമ്മൾ ബഹുമാനിക്കും. പക്ഷെ ആരും നമ്മളെക്കാളും അപ്പോ സാറേ ആരാ കൊന്നേ വൈഫിനെ? വൈഫിനെ ആരാണ് കൊന്നേന്നാ? വൈഫിനെയും ലൂയി 16-നെയും കൊന്നത് ജനങ്ങളാണ് വധശിക്ഷ നടപ്പിലാക്കിയത്. ആ ഒരു കാലഘട്ടം ഉണ്ട്. ലൂയി 16-ന്റെ ഭാര്യ, കൊട്ടാരത്തിലുള്ള കുറെ മന്ത്രിമാര്, ജനങ്ങളെ ദൂർത്തടിച്ച കുറെ ഭരണാധികാരികൾ, ഒക്കേത്തിനും പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ജില്ലറ്റിനെ അടിച്ച് പട്ടപ്പടാന്ന് പറഞ്ഞിട്ട് ഒരുത്തനടിക്കും, ടക്ക് ഇനി അടുത്തവൻ വരും, അടുത്തവനെ, അങ്ങനെ ജനങ്ങൾ കാണല്ലേ. ഈ ഒരു കാലഘട്ടം ഉണ്ട്. ഒരു കുറച്ച് കൊല്ലം പിന്നെ ഫ്രാൻസിൽ കിരാത ഭരണം എന്നാണ് വിളിച്ചിരുന്നത്. റെയിൻ ഓഫ് ടെറർ എന്ന് പറഞ്ഞൊരു സംഭവമാണ് പിന്നെ ഉണ്ടായത്. അതൊക്കെ പറയാം, അവിടേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോഴേ സസ്പെൻസ് വിളിക്കുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാല് ജനങ്ങള് ഇപ്പോ എന്താണെങ്കിലും എന്താ പറയാ, എന്താണെന്ന് ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നെന്ന് വെച്ചാല് ജനങ്ങളിൽ നിന്നും ഇവര് അകന്നു പോകാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഇവരുടെ എക്സ്ട്രാവേജൻസ് ആണ്. മാത്രമല്ല അന്നേ വരെ ഫ്രാൻസിലുണ്ടായ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എല്ലാവരും ഈക്വൽ ആണ്. അതായത് ഇപ്പൊ ഇവിടെ ആരും വലിയവനോ താഴെയുള്ളവനല്ല. ഇപ്പൊ എത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മള് അല്ലെ, ഇപ്പൊ നമ്മൾ ചിലവർ റെസ്പെക്ട് ചെയ്യും. ഓഫ് കോഴ്സ് ഇപ്പൊ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ സാറേ എന്ന് നമ്മൾ വിളിക്കും. വേണമെങ്കിൽ ഡോക്ടർ തിരിച്ച് നമ്മൾ വിളിക്കും, ആ സാറേ എന്നൊക്കെ വിളിക്കും, മാം സാർ എന്നൊക്കെ വിളിക്കും. ഇതേപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെ. ഇപ്പൊ ഞങ്ങൾ ടീച്ചേഴ്സിനെ പാരന്റ്സ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ സാറേ എന്നൊക്കെ പാരന്റ്സ് വിളിക്കാറുണ്ട്. ഞങ്ങൾ തിരിച്ചും വിളിക്കാറുണ്ട് അവരെ സാറേ മാം എന്നൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. അതൊരു റെസ്പെക്ട്. കാരണം ഇവിടെ ആരും വലിയവനും അല്ല, ആരും താഴ്ന്നവനും അല്ല. സൊസൈറ്റി ഈക്വൽ ആണ്. പണം ഉണ്ടായാലും പണമില്ലെങ്കിലും, അധികാരം ഉണ്ടായാലും അധികാരം ഇല്ലെങ്കിലും ഈക്വൽ ആണ്. ഇപ്പൊ പോലീസുകാരെ പോലും നമുക്ക് പേര് വിളിക്കാമല്ലോ, അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. ഇപ്പൊ പോലീസുകാരെ നമ്മൾ സാറേ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ പേര് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഈക്വാലിറ്റി ആണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ ഫ്രാൻസിൽ അന്നത്തെ കാലത്ത് ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല,
ഓരോ മനുഷ്യന്മാരെ ഓരോ തട്ടിലാണ് നിർത്തിയിരുന്നത്, ഓരോ എസ്റ്റേറ്റുകളായിട്ടാണ് നിർത്തിയിരുന്നത്. ഓരോ എസ്റ്റേറ്റിൽ പെടുന്നവന് ആ പറയുന്ന അധികാരം അവകാശമുള്ളൂ. എന്തായിരുന്നു ഫ്രാൻസിലെ ആ എസ്റ്റേറ്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കണം അല്ലേ സാറേ? യെസ്, ഫ്രാൻസിലെ എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിലെ എസ്റ്റേറ്റുകൾ എന്തായിരുന്നു അവരുടെ അവസ്ഥ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചൊരു പിക്കാണ്. വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ചിത്രമാണത്. ഈ സമയത്ത് ഒരു ചിന്തകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാക്കന്മാരും പ്രഭുക്കന്മാരും സെനറ്റിൽ പോകും, പുരോഹിതന്മാർ പ്രാർത്ഥനകളിൽ മുഴുകും, സാധാരണക്കാരൻ നികുതി അടയ്ക്കും. ഇതായിരുന്നു അന്നത്തെ ഫ്രാൻസിലെ അവസ്ഥ എന്ന് ഒരു ട്രോളൻ, അന്നത്തെ കാലത്ത് ഒരു ട്രോളൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഫ്രാൻസിലെ ജനങ്ങൾ എന്ന് പറയുന്നത് 3 തട്ടുകളായിട്ടാണ് അവരെ തിരിച്ചിരുന്നത്. ഏതൊക്കെയായിരുന്നു ആ 3 തട്ടുകൾ? എസ്റ്റേറ്റുകൾ എന്നാണ് അതിനെ പറയാം, എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റില് ഒന്നാമൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഏറ്റവും മുകളിൽ കിങ്, രാജാവാണ്. അവരെ നമുക്ക് പെടുത്തണ്ട, അവര് സെപ്പറേറ്റ്, അവർ വേറെ മാറിയിക്കട്ടെ. ഏറ്റവും മുകളിൽ എസ്റ്റേറ്റിൽ ഒന്നാമത് നിന്നിരുന്നത് ക്ലർജിയാണ്. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ, പള്ളിയിലെ പ്രധാനപ്പെട്ട അച്ഛന്മാര്, മറ്റ് ശിഷ്യന്മാരായിട്ടുള്ള അച്ഛന്മാര്, അങ്ങനെയൊക്കെ കന്യാസ്ത്രീമാര്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഫസ്റ്റ് എസ്റ്റേറ്റിൽ. എല്ലാവിധ സുഖവും സൗകര്യവും പ്രിവിലേജും, മനസ്സിലായില്ലേ, കിട്ടിയിരുന്ന ഒരു സംഭവം. പിന്നെ രണ്ടാമത്തെ എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റിൽ ദ നോബിലിറ്റി, പ്രഭുക്കന്മാർ, ദ നോബിൾസ്, പ്രഭുക്കന്മാർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്ന ആൾക്കാർ. ക്ലർജിയുടെ അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് അതിനെ എടുക്കാൻ പിടിച്ചു. അപ്പൊ ചോദിക്കുക, എന്താ ക്ലർജിയുടെ അത്രയും ഇല്ലാത്ത? ഇവർക്ക് ഒരു പണിയും കൂടി ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാര് മിലിറ്ററിയിൽ ഉണ്ടാവണം. മിലിറ്ററിയിൽ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാനൊന്നും പോകണ്ട, മിലിറ്ററിയിൽ ഏറ്റവും ഹയർ പൊസിഷൻ. അപ്പൊ ഒരു ഇത്തിരി ഉത്തരവാദിത്വം വരുമല്ലോ, മനസ്സിലായി? അത്രേ ഉള്ളൂ. വാളൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രഭുവായിട്ട് ഇങ്ങനെ അങ്ങനെ പോകണമെന്ന് മാത്രം, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തേർഡ് എസ്റ്റേറ്റിൽ കോമൺ പീപ്പിൾ എന്ന് പറയുന്നത് ഫ്രാൻസിലുള്ള എല്ലാവരും 90% ആൾക്കാരും തേർഡ് എസ്റ്റേറ്റിലാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഒരു 5% ഉണ്ടാവും, സെക്കൻഡ് എസ്റ്റേറ്റിലും ഒരു 5% ഉണ്ടാവും. ബാക്കി 90%, 90% തേർഡ് എസ്റ്റേറ്റിലാണ്. അപ്പൊ തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെ വരും? ഡോക്ടർ, എഞ്ചിനീയർ, മെക്കാനിക്, ഫാഷൻ ഡിസൈനർ, സ്ലീപ്പർ, ഡ്രൈവർ, ഫാർമർ, ടീച്ചർ എന്ന് തുടങ്ങി അവിടെ ആരൊക്കെ പണിയെടുക്കുന്നുണ്ടോ ആ പണിയെടുക്കുന്നവർ മൊത്തം തേർഡ് എസ്റ്റേറ്റ് ആണ്. അങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചു. ഈ എസ്റ്റേറ്റുകൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ഉത്തരവാദിത്വം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നാണ് നമുക്കിനി നോക്കാനായിട്ട് പോകേണ്ടത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഫസ്റ്റ് എസ്റ്റേറ്റ്? മക്കളെ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാ വന്നിരുന്നത്? ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആര് പറയും? ഒരാളോടൊന്ന് ചോദിച്ചു സാറേ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരായിരുന്നു? ആരാണ്? ജാൻവി. മോനെ പറഞ്ഞടാ, ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാ വരുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ ജാൻവി. ക്ലർജിയാണ്, ഒരു തർക്കവും വേണ്ട, മനസ്സിലായില്ലേ? ഫസ്റ്റ് എസ്റ്റേറ്റിൽ വന്നത് ക്ലർജി അഥവാ പുരോഹിതന്മാർ. പള്ളിയിലെ അല്ലെങ്കിൽ അമ്പലം എന്നൊന്നും പറയാൻ പറ്റില്ല, അന്ന് കൂടുതലും ആ ഭാഗത്തൊക്കെ പള്ളികളാണ്, പള്ളിയിലെ ആളുകളാണ് അതിനകത്ത് വന്നിരുന്ന, അച്ഛന്മാരൊക്കെയാണ് വന്നിരുന്നത്. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ജാതിപരമായിട്ടൊന്നും പോകണ്ട കേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ. അപ്പൊ ക്ലർജി എന്ന് വെച്ചാൽ പുരോഹിതന്മാരാണ്. അപ്പോ നോക്കിയേ, ദ ക്ലർജി വാസ് എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടൈപ്സ് ഓഫ് ടാക്സ്. എല്ലാവിധ നികുതികളിൽ നിന്നും ക്ലർജിമാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ചില കുഞ്ഞു ടാക്സുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ ടാക്സുകളിൽ നിന്നും ഈ ക്ലർജിമാരെ ഒഴിവാക്കിയിരുന്നു. ഇതിപ്പോ നമ്മളൊക്കെ ജനങ്ങളാണ് ഇന്ത്യയിലെ. നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് സംസ്ഥാനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രത്തിന് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും, നമ്മളൊരു മിഠായി വാങ്ങിച്ചു തിന്നാൽ പോലും നമ്മൾ അതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് സന്തോഷിക്കുന്നതിന് എന്റർടൈൻമെന്റിന് ടാക്സ് കൊടുക്കുന്നില്ലേ? എന്റർടൈൻമെന്റ് ടാക്സ്, സിനിമ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടു, ടാക്സ് കൊടുക്കുന്നില്ലേ? അപ്പോ നമ്മളിവിടെ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ടാക്സും കൊടുക്കാൻ ആവശ്യമില്ലാത്തവരായിരുന്നു ക്ലർജിമാർ. അവർ ടാക്സ് ഒന്നും വേണ്ട, അവർ എല്ലാ ടാക്സിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ദേ ലെവീഡ് എ ടാക്സ് കോൾഡ് തിദേ ഓൺ ദ കോമൺ പെസന്റ് എന്ന് വെച്ചാൽ കുടിയാന്മാർ. ഓക്കെ, അപ്പൊ പോലീസിനെ നെയിം വിളിച്ചാൽ മതിയില്ലേ? ആരാണ് ചോദിച്ചത്? ആദിദേവ്. മോൻ ആദിദേവ്, പോലീസിനെ നെയിം വിളിച്ചാൽ മതി, പേര് വിളിച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ പേരെ വിളിക്കാൻ പാടുള്ളൂ കേട്ടോ, മനസ്സിലായി? പേര് വിളിക്കണം, എടാ പോടാ വാടാ വിളിച്ചേക്കരുത്, അവരെ പേര് വിളിക്കാം, നോ പ്രോബ്ലം.
നോക്കിയേ, ദേ ലെവീഡ്, അവര് പിരിച്ചെടുത്തു. ലെവീഡ് എന്ന് വെച്ചാൽ പിരിച്ചെടുക്കുക. ദ ടാക്സ്, അവര് ടാക്സ് പിരിച്ചെടുത്തു. കോൾഡ് തിദേ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ആ ടാക്സിന്റെ പേരാണ് തിദേ. ഓൺ ദ കോമൺ പെസന്റ്, സാധാരണക്കാരായ കർഷകർ. പെസന്റ് എന്ന് വെച്ചാൽ കർഷകർ. സാധാരണക്കാരായ കർഷകരിൽ നിന്നും അവർ എന്ത് പിരിച്ചെടുത്തു മക്കളെ? അവര് നികുതി പിരിച്ചെടുത്തു. അപ്പൊ കർഷകർ, ഇത് രാജാവല്ലാട്ടോ പിരിക്കുന്നത്, ക്ലർജിമാര്. മനസ്സിലായില്ലേ? അപ്പൊ ക്ലർജിമാര് നികുതി പിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെന്താണ്? 1/10 ഓഫ് ദ ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റെമിറ്റഡ് ആസ് ടാക്സ്. മാത്രമല്ല, നമ്മള് കർഷകര് കൃഷി ചെയ്തെടുക്കുമല്ലോ, കൃഷി ചെയ്തെടുക്കുന്നതിൽ നിന്നും പ്രൊഡക്റ്റ്, ഇപ്പൊ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ടാവും, മാങ്ങ കൃഷി ചെയ്യുന്നുണ്ടാവും, ചക്ക കൃഷി ചെയ്യുന്നുണ്ടാവും, തേങ്ങ കൃഷി, ഇതൊക്കെ കൃഷി ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റ് എന്താണോ ആ പ്രോഡക്റ്റിന്റെ 1% അവര് ടാക്സ് ആയിട്ട് അടച്ചിരിക്കണം. അപ്പൊ ഞാനൊരു 100 നാളികേരം കൃഷി ചെയ്തെടുത്തു. 100 നാളികേരം, 10 നാളികേരം ആർക്ക് കൊടുത്തോണം? ക്ലർജിക്ക് കൊടുത്തോണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആയിരുന്നു ഇവര് എന്താ പറയാ ഇതായിട്ട് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോ അത് ഇതാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എസ്റ്റേറ്റിലെ ആൾക്കാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് എസ്റ്റേറ്റിലെ ആൾക്കാര് സുഖമല്ലേ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാ? ഒന്നിനും അവരെന്ത് ചെയ്യണ്ട? ടാക്സ് കൊടുക്കണ്ട. രണ്ടാമത്തെ കേസ് എന്താ പറയാ, അവർക്ക് ടാക്സ് കിട്ടുകയും ചെയ്യും. സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അവർക്ക് ടാക്സ് കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കും, സാധാരണക്കാരായ ജനങ്ങള് ക്ലർജിക്ക് മാത്രം അപ്പൊ ടാക്സ് കൊടുത്താൽ മതിയോ? ക്ലർജിക്ക് ഒരു പെർസെന്റേജ്, രാജാവിനും നോബിളിനും കൊടുക്കാനുള്ള വേറെ കിടക്കാണ്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലർജിമാരുടെ, ആ എസ്റ്റേറ്റിലെ ക്ലർജിമാരുടെ അവസ്ഥ. ഇത് ഫ്രാൻസിലെ ഏറ്റവും കുറച്ച് ആൾക്കാരുള്ള ഈ ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം പേരൊന്നുമില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ 1,00,000 ജനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 5,000 പേരുണ്ടാവും ക്ലർജിമാർ, അത്രേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഈ ജനങ്ങളായിട്ടുള്ള 90% ആൾക്കാരും അവർക്ക് ടാക്സ് കൊടുക്കണം. അപ്പൊ മനസ്സിലായി, വരുമാനം ആളുകളിലേക്ക് കുമിഞ്ഞു കൂടുന്ന സംഭവം പിടികിട്ടിയ. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് നമ്മളെ രാജ്യത്തിന്റെ ഒരു സിസ്റ്റത്തിനോട് ദേഷ്യം വരുന്നു? വേറെ ഒന്നുമല്ല, 1990-കളിൽ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത്, അധിക സമ്പത്ത് 36% ആൾക്കാരിലാണ് ക്യുമുലേറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ അത് വെറും 10% ആളുകളിലാണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത് മൊത്തം സമ്പത്തിന്. ബാക്കി 90% ആളുകളും ഈ നാട്ടില് അന്നത്തെ ചെലവ് കഴിച്ചു പോയി, അല്ലെങ്കിൽ ഒരു മാസം ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒരു മാസം എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ജീവിച്ച് അടുത്ത മാസം ശമ്പളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അല്ലാതെ ഒരു അസുഖം വന്നാൽ പോലും ഒരു കൂടുതൽ ട്രീറ്റ്മെന്റിന് പോകാൻ പോലും പറ്റാതെ കഷ്ടപ്പെടുന്നവരാണ് ഈ നാട്ടിലുള്ളത്. അതാണ് നമുക്ക് ഇവിടുത്തെ സിസ്റ്റത്തിനോട് ചില സമയത്ത് ആളുകൾക്ക് ദേഷ്യം വരുന്നത്. ഇത് അതിന്റെ ഭീകരമായ വേർഷനായിരുന്നു അന്ന് ഫ്രാൻസിൽ സംഭവിച്ചത്. അതിലൊരു കാരണക്കാരി പോലെയാണ് ക്ലർജികളാണ്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ, എടാ മക്കളെ, ഇതിപ്പോ പ്രശ്നം എന്ന് വെച്ചാല് മര്യാദക്ക് ഇരിക്കുന്ന കുട്ടികളുണ്ട്, നിങ്ങൾ കാരണം കൂടെ അവരും കൂടി ഇത് കേൾക്കേണ്ടി വരികയാണ്. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുന്ന മക്കളുണ്ട്, അവരെ എനിക്കിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ കാരണം കൊണ്ട് ഞാനിപ്പോ ഇത് പറയുമ്പോൾ അവരും കൂടി ഇത് കേൾക്കുകയാണ്, എന്ത് കാര്യമുണ്ട്? അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് എസ്റ്റേറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. എന്താണ് രണ്ടാമത്തെ എസ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ദ നോബിൾസ്. രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് നൊബിലിറ്റി, പ്രഭുക്കന്മാരാണ്. നോബിൾസ്. നോബിൾസ് ഈ ഫ്രാൻസിലെ നോബിൾസിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, ഫ്യൂഡൽ നോബിൾസ്. ഫ്യൂഡൽ നോബിൾസ്, മലയാളത്തിന്മാരോ ഫ്യൂഡൽ എന്ന് തന്നെയാണ് പറയാ. എന്താണ് ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഭൂമി ഇവരുടെ ആയിരിക്കും, ലാൻഡ് ഇവരുടെ ആയിരിക്കും. ഈ ലാൻഡിൽ പണിയെടുക്കുന്നവരാണ് അവിടെയുള്ള എല്ലാവരും, കർഷകരും മറ്റാൾക്കാരൊക്കെ. അപ്പൊ അവര് ആ ലാൻഡിൽ പണിയെടുക്കുന്നതിന് ഒരു ടാക്സ് ഇവർക്ക് കൊടുക്കണം. ആ ലാൻഡിൽ പണിയെടുക്കുന്ന ആളുകളുടെ അവകാശവും ഇവർക്കായിരിക്കും. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ആ നാട്ടുകാരെ തല്ലാം, കൊല്ലാം, വെട്ടി നുറുക്കി പാടത്തിടാം, ആരും ചോദിക്കാൻ പറ്റില്ല. അവരുടെ ഒരു ഓട്ടോക്രസി, അവരുടെ ഒരു സപ്രമസി, അവരുടെ ഹുങ്ക്, അഹങ്കാരം നമ്മളിവിടെ കാണേണ്ടി വരും. അതാണ് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നോക്കിയേ, ദ നോബിൾ ഹെൽഡ് ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ഗവൺമെന്റ് ആൻഡ് ഇൻ ദ ആർമി. നോബിൾമാർക്ക് ഹെൽഡ്, കൈവശമുണ്ടായിരുന്നു, ഹയസ്റ്റ് പൊസിഷൻ, ഉയർന്ന സ്ഥാനം, ഇൻ ദ ഗവൺമെന്റ്. അത് രാജ്യം ഭരിക്കുന്ന ബൂർബൻ രാജാക്കന്മാരാണ്, വേഴ്സാൽ കൊട്ടാരത്തിലെ ബൂർബൻ രാജാക്കന്മാർ. ആ ഗവൺമെന്റിൽ ഉയർന്ന സ്ഥാനമുണ്ട് അവർക്ക്. പ്രഭുക്കന്മാർക്ക് കൊട്ടാരത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, രാജാവിനെ കാണാം, മന്ത്രിമാരെ കാണാം, ഭയങ്കര പവറാണ്. മാത്രമല്ല ചിലപ്പോൾ മന്ത്രിമാരിലും കുറെ പ്രഭുക്കന്മാരൊക്കെ ഉണ്ടാവും. അവരും
ഉയർന്ന ക്യാബിനറ്റ് ലെവലായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് ഗവൺമെന്റിൽ. മാത്രമല്ല രാജ്യത്തിന്റെ ആർമിയിൽ മേജർ, ക്യാപ്റ്റന് മുകളിലുള്ള വലിയ വലിയ പൊസിഷൻസ്, അതായത് യുദ്ധം ചെയ്യണ്ട, ചെയ്യിപ്പിച്ചാൽ മതി, അങ്ങനത്തെ ഹയർ ലെവൽ. ഇപ്പൊ നമ്മളെ പട്ടാളത്തിലില്ലേ കരസേനാ മേധാവിയൊക്കെ ആണോ യുദ്ധം വരുമ്പോ പട്ടാളക്കാരോടൊപ്പം ഓടി അങ്ങനെ മേജർ മഹാദേവനൊക്കെ ഓടി വരുന്ന പോലെ അങ്ങനെ ചെയ്യൂല. മനസ്സിലായില്ലേ? അവരൊക്കെ നയതന്ത്ര ചർച്ചയ്ക്കൊക്കെ ചെല്ലുള്ളൂ. യുദ്ധത്തിന് ഇറങ്ങുന്ന സാധാരണ ആർമി സോൾജേഴ്സ് ആണ്. അതേപോലെ പ്രഭുക്കന്മാർ അങ്ങോട്ട് കയറി അങ്ങിരിക്കും, ഭയങ്കര ലെവലായിട്ട് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് യുദ്ധം നടക്കുന്നത് അങ്ങനത്തെ ആൾക്കാർ. ദെൻ ലാൻഡ് ഓണേഴ്സ്, രാജ്യത്തെ മൊത്തം ഭൂമിയുടെയും ഉടമസ്ഥർ ഇവരായിരുന്നു. ഇവരുടെ കയ്യിലാണ് ഭൂമി മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്? ദ ലിവ്ഡ് ലക്ഷോറിയസ്ലി, ഇവർ ഭയങ്കര അത്യാഡംബരത്തിലാണ് ജീവിച്ചിരുന്നത്. ഇവരുടെ കൊട്ടാരങ്ങൾ, പ്രഭുക്കൾ, കാസ്റ്റിൽസ് ഓഫ് നോബിൾസ് എന്ന് പറയാം. ഇന്നും നിങ്ങൾ ഫ്രാൻസിലൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ അവിടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് കാസ്റ്റിൽസും കാണാൻ പറ്റും പ്രഭുക്കന്മാരുടെ. അവരങ്ങോട്ട് അവിടെ എന്താ പറയാ വളരെ സൗകര്യാർത്ഥം സുഖിച്ച് ജീവിച്ചിരുന്നവരാണ് അവര്. അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പരിചാരകരും കാര്യങ്ങളും നല്ല കിടിലൻ ഭക്ഷണവും. മനസ്സിലായില്ലേ? സാർ ഈ എസ്റ്റേറ്റും നോബിളും ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യും? എടാ നമ്മുടെ നാട്ടിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതാരെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓ നീ താഴ്ന്ന ജാതിക്കാരൻ, നീ പിന്നെ ഉയർന്ന ജാതിക്കാരൻ, അല്ലെങ്കിൽ നീ ബ്രാഹ്മണൻ, അങ്ങനെയല്ലല്ലോ. ബൈ ബർത്ത് അങ്ങനെ സംഭവിച്ചു പോകുന്നല്ലേ. ഇപ്പൊ ഞാൻ ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു കർഷകനായിട്ടാണ് ജനിച്ചെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ തേർഡ് എസ്റ്റേറ്റ്. നേരെ മറിച്ച് ഞാനൊരു പ്രഭുവിന്റെ മകനാണെന്നുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് എസ്റ്റേറ്റ് ആണ്. ഇനി അതല്ല ഞാനൊരു സന്യാസി ക്ലർജി ആ ലെവലാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്. ഇനി അതല്ല ഞാൻ വേഴ്സാൽ പാലസിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കും ലൂയി 17 പിന്നെ എനിക്ക് തോന്നിയ പോലെ ചെയ്യാം, അല്ലെങ്കിൽ ജില്ലറ്റിന്റെ അടി കൊണ്ട് ചാവാം. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത് സെലക്ട് ചെയ്യുന്നല്ല, താനെ സംഭവിക്കുന്നതാണ് കേട്ടോ. സർ കോമൺ പീപ്പിളിന് പുരോഹിതനാവാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. കോമൺ പീപ്പിളിന് ഒരിക്കലും പുരോഹിതനാവാനായിട്ട് പറ്റില്ല. പുരോഹിതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യയിലാണ് ഒരു പുരോഹിതൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. അമ്പലങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥനയും ദേവി പൂജയും വിഗ്രഹ പരിപാടികളൊക്കെ ചെയ്യുന്നവരാണ് ബ്രാഹ്മിൻസ് ആണ്. അതുപോലെ ഇന്ന് പറ്റും വേണമെങ്കിൽ കോമൺ പീപ്പിളിന് പുരോഹിതനാവാൻ പറ്റും, അന്ന് പറ്റില്ല. ഇന്നിപ്പോ ആർക്കും ആവാം. ഇപ്പൊ കോമൺ പീപ്പിളിന് ഇതിനകത്ത് ആര് വേണമെങ്കിലും ആവാം. രാജ്യം ഭരിക്കുന്ന മന്ത്രി ആവാം, MLA ആവാം, സെലിബ്രിറ്റി ആവാം. മനസ്സിലായില്ലേ? സുപ്രസിദ്ധനാവാം, കുപ്രസിദ്ധനാവാം. ഇതൊക്കെ ഇത് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ തിരഞ്ഞെടുത്താൽ മതി ആരാവണമെന്ന്. നമ്മുടെ കഴിവും കഷ്ടപ്പാടും അനുസരിച്ചിരിക്കും. ആര് വേണമെങ്കിലും ആവാം. കച്ചവടക്കാരനാവണോ, ഡോക്ടറാണോ, എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കലി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ആർമിയിൽ പോവാം, പോലീസ് ആവാം, അല്ലെങ്കിൽ വായന നമുക്ക് കൊള്ളാമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനാവാം, അല്ലെങ്കിൽ വ്ളോഗർ ആവാം, അല്ലെങ്കിൽ പ്രാസംഗികനാവാം, ടീച്ചർ ആവാം, അല്ലെങ്കിൽ നന്നായിട്ട് കണക്ക് പഠിച്ച് മാത്സ് അധ്യാപനം. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇന്ന് പറ്റും. നമ്മുടെ കഴിവും നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ കുറെ ഭാഗ്യം, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന പോലെ ഇരിക്കും. പണ്ട് അങ്ങനെയല്ല, ഇതൊക്കെ കിട്ടിയത് ബൈ ബർത്ത്, ജന്മാവകാശമായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയിരുന്നുള്ളൂ, അതാണ് അവസ്ഥ. ഇതൊക്കെ മാറ്റിമറിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞു ആർക്ക് വേണമെങ്കിലും ആരാവാം എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്ത വിപ്ലവമാണ്. അവിടേക്കാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദേ ലിവ്ഡ് ലക്ഷോറിയസ്ലി, അവര് ജീവിച്ചിരുന്നത് ഭയങ്കര ലക്ഷോറിയസ്ലി ആണ്. അവര് ആഡംബരത്തിലാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ദ പീപ്പിൾ, ജനങ്ങളിൽ നിന്ന് ഇവരും ടാക്സ് വാങ്ങിച്ചിരുന്നു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പുരോഹിതന്മാര് വാങ്ങിച്ചിരുന്ന ടാക്സ് നിങ്ങൾക്ക് അറിയാം, തിദ്ദേ. അത് കൂടാതെ മൊത്തം വരുമാനത്തിന്റെ 10% പുരോഹിതന്മാർക്ക് കൊടുക്കുമായിരുന്നു. അതുകൂടാണ്ട് ഇവരും ജനങ്ങളിൽ നിന്ന് ടാക്സ് വാങ്ങുമായിരുന്നു. മനസ്സിലായില്ലേ? ടാക്സുകൾ കൊടുക്കാൻ ഇനിയും ജനങ്ങളുടെ ജന്മൻ ബാക്കി എന്ന് പറയുന്ന പോലെ ഇവരും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങുമായിരുന്നു. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച്. ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഇനി മൂന്നാമത് ഒരു ടീമുണ്ട്. അവരാണ് എന്ത്? ക്ലർജി ആൻഡ് നോബിൾസ് ഡിഫറൻറ്റ് എന്താണ് എന്നാണ് നമ്മുടെ റിഫ ചോദിക്കുന്നത്. റിഫ, ക്ലർജിയും നോബിളും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. ക്ലർജിക്ക് വേറെ ഒരു പണിയും ചെയ്യണ്ട, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. തിയോളജി, ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടിരുന്ന് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഭരണപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുമ്പോൾ രാജാവ് സംശയം ചോദിക്കും. സാറേ, ക്ലർജി ഞാൻ ഒരു വേനൽക്കാല വസതി ഇന്ന സ്ഥലത്ത് പണിയുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, ഇപ്പം സമയദോഷമാണ്, ഇപ്പം താങ്കൾ ചെയ്യാതിരിക്കണം നല്ലത്. വേണമെങ്കിൽ ഇപ്പം ചെയ്തോളൂ, ഇപ്പം എല്ലാം കൊണ്ട് സമയം അനുകൂലമായിരിക്കുന്ന സമയമാണ്, ചെയ്തോളാൻ പറയും. അങ്ങനെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒന്നിലും അവർ ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. നോബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലർജിയുടെ സെയിം പവർ ആയിരുന്നു. പക്ഷേ നോബിൾസിന് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. മിലിറ്ററിയിൽ ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ഭരണ അഡ്മിനിസ്ട്രേഷനിൽ അവർക്ക് ഗവൺമെന്റ് സംബന്ധമായ ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. ടാക്സ് കളക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. ഓക്കെ, ലൂയി 15 അവരല്ലേ, അവരെയാണോ പുരോഹിതന്മാരെന്ന് പറയുന്നത്? ഒരിക്കലും അല്ല, അവരൊക്കെ രാജാക്കന്മാരാണ്.
അവർക്ക് താഴെയാണ് ഈ പുരോഹിതന്മാർ വരുന്നത്. പുരോഹിതന്മാർ എന്ന് പറയുന്നത് നോബിൾ ഫാമിലിയിൽ തന്നെ അത് വിട്ട് ആ ഒരു ഇതിൽ നിന്നൊക്കെ വിട്ട് ഞങ്ങൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ദൈവികപരമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിയിൽ പോയി ചേരുന്നവരാണ് ഈ പുരോഹിതന്മാരാകുന്നത്. ഓക്കെ, ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? വേറെ ഒന്നുമില്ല, കൊന്നുകളെ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ കെട്ടിയിട്ട് ചാട്ടവാറോണ്ട് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കണ്ട് പേടിക്കും, പിന്നെ അവർ കൊടുക്കാതിരിക്കില്ല, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ ഇപ്പൊ ടാക്സ് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജയിലിൽ കൊണ്ടുപോയിടും. ടാക്സിൽ വെട്ടിപ്പ് കാണിച്ചാലും ജയിലിൽ കൊണ്ടുവന്നിടും. അത് തന്നെയാണ് അവിടെയും ചെയ്തിരുന്നത്. അവിടെ ജയിലിടുന്നതിന് മുമ്പ് നാട്ടുകാർ കാണല്ലേ ചറ പറന്ന് പറഞ്ഞാൽ അടിക്കും. ഇനി അടിക്കാൻ കൊടുക്കാൻ പാങ്ങില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും കൊടുത്തോണം, അല്ലെങ്കിൽ അടിക്കും. പിന്നൊരവസ്ഥയുണ്ട്, അത് ആ ഒരു കാലങ്ങളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ടാക്സ് കൊടുക്കാൻ പറ്റാത്ത ഒരുത്തൻ വന്നാൽ അതിലും താഴെ ഒരു അവസ്ഥയുണ്ട്, സ്ലേവ്സ് എന്ന് പറയും, അടിമ എന്ന് പറയും. അങ്ങനെ അടിമയായി മാറേണ്ടി വരും. അടിമയായി മാറുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രൂപവും കോലവും ഉണ്ടെന്നുള്ളൂ, നായ്ക്കളെ പോലെയാണ് അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളെ പോലെയാണ്. മനുഷ്യനായിട്ട് പിന്നെ അവനെ കൺസിഡർ ചെയ്യില്ല. അവന് യാതൊരു വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ ഭാവനകളോ ഒന്നും നമ്മൾ നോക്കൂല. അവൻ പിന്നെ തീർന്നു, അവന്റെ ലൈഫ് തീർന്നു അവിടെ. മനസ്സിലായില്ലേ? ഓക്കെ, അവിടേക്കൊക്കെ പിന്നെ പറയാം. അപ്പോ ഇതാണ് സെക്കൻഡ് എസ്റ്റേറ്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ തേർഡ് എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് തേർഡ് എസ്റ്റേറ്റ്? നോക്കിയേ, തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെയാണ് വന്നിരുന്നത് നമുക്ക് ആദ്യം നോക്കാം. അതിൽ കംപ്രസ്ഡ് ദ മിഡിൽ ക്ലാസ്, മധ്യവർഗക്കാർ. മധ്യവർഗക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെ വാങ്ങിച്ച് ആ ശമ്പളം കൊണ്ട് ജീവിച്ച് ഓരോ മാസങ്ങളും തള്ളി നീക്കി അടുത്ത ശമ്പളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ആ ശമ്പളം കിട്ടുമ്പോൾ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോയിരുന്നവരാണ് മിഡിൽ ക്ലാസ് പീപ്പിൾസ് എന്ന് പറയാം. വർക്കേഴ്സ്, ജോലിക്കാർ, പടത്ത് പണിയെടുക്കുന്ന, പടത്ത് ഫാർമേഴ്സാണ്, അവരവിടെ നിൽക്കട്ടെ. അല്ലാതെ ഈ ബ്ലാക്ക് സ്മിത്ത്, അതായത് കൊല്ലപ്പണിക്കാർ, ഗോൾഡ് സ്മിത്ത്, തട്ടാന്മാര്, അങ്ങനെയൊക്കെയുള്ള കാർപ്പൻറ്റേഴ്സ്, ആശാരിമാർ, അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർ. പെസന്റ് എന്ന് വെച്ചാൽ കുടിയാന്മാർ അല്ലെങ്കിൽ കർഷകർ, പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് കൃഷി ചെയ്യുന്നവരാണ് പെസന്റ്. ഇവരൊക്കെയാണ് എന്ത് ഈ പറയുന്ന കോമൺ പീപ്പിൾ. അപ്പൊ ഈ കോമൺ പീപ്പിളിൽ ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും വക്കീലന്മാരും അങ്ങനെ പല പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരൊക്കെ ഇതിനകത്താണ് പെടുക. അവർ വ്യത്യസ്തരൊന്നല്ല. വിച്ച് കംപ്രൈസ്ഡ് ദ മെജോറിറ്റീസ് ഓഫ് ദ പോപ്പുലേഷൻ. ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരുന്നത് രാജ്യത്തെ മെജോറിറ്റി പോപ്പുലേഷൻ, അതായത് ഫ്രാൻസിലെ 90% പേരും ഇതിൻ്റെ അകത്താണ് വരിക. ലിവ്ഡ് ഇൻ പോവർട്ടി, ഇവർ ജീവിച്ചിരുന്നത് ദാരിദ്ര്യത്തിലായിരുന്നു. കാരണം ഇന്നത്തെ സമയത്ത് ലൂയി 16 കാലമൊക്കെ വന്നപ്പോഴത്തേക്കും ഫ്രാൻസിലെ അവസ്ഥ വളരെ മോശമായിരുന്നു, വളരെ മോശമായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു പോർട്ടിലാണ് ജീവിച്ചിരുന്നത്. ദേ വേർ ഒബ്ലിജ്ഡ് ടു പേ വേരിയസ് ടാക്സസ് ടു ദ കിങ്, ദ ചർച്ച് ആൻഡ് ദ നോബിൾസ്. ഇവര് എന്താ പറയാ, ഇവര് ഒബ്ലിജ്ഡ് ആവുകയാണ്, ഇവര് വ്യത്യസ്തമായ നികുതികൾ കൊടുക്കാൻ ഇവര് ബാധ്യസ്ഥരാവുകയാണ് വന്നിരുന്നത്. മനസ്സിലായി? ഒബ്ലിജ്ഡ് ആവുകയാണ്. വേരിയസ് ടാക്സസ്, പലതരം നികുതികൾ. ആ നികുതി ആർക്ക് കൊടുക്കണം? കിങ്, രാജാവിന് കൊടുക്കണം. ചർച്ച്, പള്ളിയിൽ പുരോഹിതന്മാർക്ക് കൊടുക്കണം. ആൻഡ് ദ നോബിൾസ്, പ്രഭുക്കന്മാർക്ക് കൊടുക്കണം. ദേ ഹാഡ് ടു പെർഫോം സർവീസസ് ദാറ്റ് വേർ അൺപെയ്ഡ് ആൻഡ് കമ്പൾസറി. ദേ ഹാഡ് ടു പെർഫോം, അവര് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? സർവീസസ്, സേവനങ്ങൾ കൊടുക്കണം. ദാറ്റ് വേർ അൺപെയ്ഡ് ആൻഡ് കമ്പൾസറി, നികുതി പൈസ വാങ്ങാതെ രാജാവിനും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ അതിന് പൈസ വാങ്ങാതെ അവർ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഞാനൊരു കാർപ്പൻ്റർ ആണെന്ന് വിചാരിക്കാം, ഒരു ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ പ്രഭുക്കന്മാർ പറയണടാ, 5 ദിവസം നീ എൻ്റെ വീട്ടിൽ വന്ന് മറ്റേ കസാരയും മേശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, മരമൊക്കെ അവിടെ ഉണ്ട്, നീ അവിടെ വന്നിട്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയും. അപ്പൊ കാശൊന്നുമില്ല, ഫ്രീ ആയിട്ട് ഒന്ന് ചെയ്തു തന്നോ. ഇതന്നെ രാജാവ് പറഞ്ഞാലും ചെയ്യണം, ഇത് തന്നെ പുരോഹിതന്മാർ പറഞ്ഞാലും ചെയ്യണം. ഇപ്പോൾ ഒരിടത്ത് പള്ളി വരികയാണ്, ആ പള്ളിയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, അവിടെ വർക്ക് ഉണ്ട്. പുരോഹിതന്മാർ അവിടെയുള്ള ആശാരിമാരെ വിളിക്കും, ചെയ്യാൻ പറയും, മരമൊക്കെ അവർ എടുത്തു കൊടുക്കും. അപ്പോൾ മരം അവിടെ നിന്ന് മരം കാട്ടിൽ നിന്ന് മുറിക്കും. മരം മുറിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഫ്രീ ആയിട്ട് മുറിച്ചു കൊടുത്തോണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെ എത്തിക്കും? ഉന്തുവണ്ടിയിൽ കൊണ്ടുവരണം. അതാരും ഉന്തുവണ്ടിക്കാർ കൊണ്ടുവന്നു, അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ എല്ലാ ഇതിന് വാർണിഷ് അടിക്കണമെങ്കിലോ അവർ കൊണ്ടുവരണം, അവർ കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കണം. എല്ലാ പണികളും ഇവർ ഇതേപോലെ ഫ്രീ ആയിട്ട് ഇവർ പറയുമ്പോൾ ചെയ്തോണം. രാജാവ് പറഞ്ഞാലും ചെയ്യണം, നോബിൾ പറഞ്ഞാലും ചെയ്യണം, ക്ലർജി പറഞ്ഞാലും ചെയ്യണം. പിടികിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചേ, പിടികിട്ടിയെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. ഈ 3 എസ്റ്റേറ്റിന്റെയും പ്രത്യേകത ഒന്ന് വായിക്കുക. ഈ 3 എസ്റ്റേറ്റിന്റെയും പ്രത്യേകത വേഗം ആയിക്കോട്ടെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ 3 എസ്റ്റേറ്റിന്റെയും കഥ മനസ്സിലായ? 3 എസ്റ്റേറ്റിന്റെ സംഭവം എന്താന്ന് പിടികിട്ടിയ?
പിടികിട്ടിയെങ്കിൽ ഒന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോണേ ഈ 3 സ്റ്റേറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് ആദ്യം അറിയേണ്ടതാണ്. എന്നിട്ടാണല്ലോ പിന്നെ അത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് സാറേ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദിസ് ഫീച്ചേഴ്സോ അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങളിപ്പോൾ ആദ്യം എനിക്ക് ആ 3 സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ആ ഹിബ മോനൊന്ന് പറഞ്ഞടാ. എല്ലാവരും വിളിക്കാൻ സമയം കിട്ടൂല. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് 5-6 പേരെ നോക്കി ഞാൻ വിളിക്കുകയാണ് കേട്ടാ. ഓക്കെ ഹിബ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഫസ്റ്റ് സ്റ്റേറ്റ് ക്ലർജിയാണ്. അതിൽ പുരോഹിതന്മാരായിരുന്നു. അതന്നെ അവരെ ഈ പറഞ്ഞ പോലെ 1% ടാക്സ് സാധാരണ ജനങ്ങളിൽ നിന്ന് അവർ വാങ്ങിക്കും അല്ലേ. അല്ല 1/10, ഇപ്പൊ 10% വരും. 10-1 ടാക്സ് ആയിട്ട് അവര് വാങ്ങിക്കുമായിരുന്നു അല്ലേ. അത് തിദേ എന്ന് പറയുന്ന നെയിമിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ക്ലർജി എനിക്ക് പിടികിട്ടി. ഇനി നമുക്ക് വേറൊരാളോട് ചോദിച്ചു നോക്കാം. നൊബിലിറ്റി ഒന്ന് ചോദിച്ചു നോക്കാം. വരുണ, ആരെങ്കിലൊക്കെ വിളിച്ചോ? ചെക്കന്മാരെ വിളിക്കണോട്ടോ സാറേ. വരുണ മോനെ പറയടാ. ഹായ്. മറ്റേ ഭയങ്കര ചേഞ്ച് ആയി പോയല്ലേ. ഓക്കെ, പറഞ്ഞോ. നൊബിലിറ്റിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇവർക്ക് ഗവൺമെന്റിന്റെ ആ ഒരു കാര്യങ്ങളിലും ആർമിയിലൊക്കെ നല്ല ഹയസ്റ്റ് പൊസിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു. അവര് ടാക്സ് കളക്ഷൻ ചെയ്തിരുന്നു, ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു. അങ്ങനെ കുറെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. യെസ്, വെരി ഗുഡ്. ഇത് കുറെ പേര് സാറേ എന്നെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എടാ, ഞാൻ എല്ലാവരും വിളിക്കാനാണ് എൻ്റെ ആഗ്രഹം, എല്ലാവരും വിളിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഇതിനിടയിൽ നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് വിളിച്ചു പോകുന്നു എന്നുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം അല്ലേ സാറേ? ഓരോരുത്തരൊക്കെ ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ വിളിക്കും എല്ലാവരും. എല്ലാവരോടും സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഇന്ന് നടന്നില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നടക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോമൺ പീപ്പിളിൻ്റെ പ്രത്യേകതയാണ് ഇനി നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ കോമൺ പീപ്പിളിൻ്റെ ഇത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആരോട് ചോദിക്കാം? ഹരിനന്ദ് മോനെ അൺമ്യൂട്ട് ചെയ്തറ. ഹരിനന്ദൻ. യെസ് സാറേ. ഗുഡ് മോർണിംഗ് സാറേ. നീയുമാകെ മാറിപ്പോയി അല്ലേ? ഞാൻ മണിക്കൂട്ടാണ് വിളിച്ചത്. ഓക്കെ മോനെ പറഞ്ഞേടാ, കോമൺ പീപ്പിളിന്റെ പ്രത്യേകത എന്താണ്? ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം. അതൊക്കെയാണ് ഒരു അവസ്ഥ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എസ്റ്റേറ്റ് പിടികിട്ടി. ഇനി നമ്മൾ അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അത് 2 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാവരും നോക്കിക്കോളൂ. വാട്ട് യു മീൻ ബൈ വിങ് തേം? എന്താണ് വിങ് തേം എന്ന് പറയുന്നത്? ഒരു നികുതിയാണ്. വിങ് തേം എന്ന് പറയുന്നത് ഒരു ടാക്സ് ആണ്. എന്താണ് ഈ ടാക്സ്? ഇത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുക്കേണ്ടിയിരുന്ന ഒരു ടാക്സ് ആണത്. ഈ ടാക്സിന്റെ പ്രത്യേകത എന്താണെന്ന് പലപ്പോഴും ഒരു ചോദ്യമായിട്ട് 2 മാർക്കിനൊക്കെ വരുള്ളൂ. ആ ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് വിങ് തേം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു an act of 1749 1749 നിയമം അനുസരിച്ച് all section of people had to pay 1/20th of their income directly to the government as tax. അതായത് 20/1, അതായത് ഇപ്പോൾ ഒരാൾ 200 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2000 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ 100 രൂപ. ഓക്കെ, അതാണ് അങ്ങനെ പറഞ്ഞത്. 20 രൂപ ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 രൂപ എന്ന് പറയുന്ന പോലെ എന്ത് ചെയ്യണം? ഏത് സെക്ഷൻ, ഫസ്റ്റ് എസ്റ്റേറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് എസ്റ്റേറ്റ് ആയിക്കോട്ടെ, തേർഡ് എസ്റ്റേറ്റ് ആയിക്കോട്ടെ, 3 എസ്റ്റേറ്റും പെടുന്നവരും 1749 ഒരു നിയമം അനുസരിച്ച്, അത് ലൂയി 14 കാലഘട്ടമാണെന്ന് തോന്നുന്നു, ആ ഒരു കാലഘട്ടത്തിലെ നിയമം അനുസരിച്ച് ഈ 3 എസ്റ്റേറ്റിലുള്ള ആൾക്കാരും ഗവൺമെന്റിന്, രാജാവിന് ടാക്സ് കൊടുത്തിരിക്കണം. അതാണ് വിങ് തേം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ദ ക്ലർജി ആൻഡ് ദ നോബിൾ ഗോട്ട് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് ബൈ ഗിവിങ് എ സ്മോൾ എമൗണ്ട് ടു ദ കിങ് ആസ് എ ഗിഫ്റ്റ്. അതായത് ഇവിടെ ഇവര് എന്താ പറയാ, രാജാവിന് ഒരു നിസ്സാര പൈസ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടെ ഈ വിങ് തേം എന്നുള്ളത് അവര് ചിലപ്പോൾ ഒഴിവാക്കിയൊക്കെ കിട്ടും. രാജാവിന് ഇങ്ങനെ പൊക്കി അടിക്കുമ്പോഴേക്ക് അങ്ങനെ അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പറയാ, രാജാവ്, ഇപ്പൊ ഞാനാണ് രാജാവ് എന്ന് വിചാരിച്ചോ, വെറുതെ നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മുടെ അലോണ വന്നിട്ട് പറയാണ്, ഓ ജിഷ്ണു സാറ് ഒരു രക്ഷയില്ല, സാറ് വേറെ ലെവലാണ്, സാറ് ഗോഡാണ്, സാർ ഗോഡ്. അപ്പൊ ഞാൻ പറയാം, എന്നെ അങ്ങനെ പൊക്കി പറയരുത്, അല്ല സാർ ഗോഡ് അല്ലെങ്കിലും സാറ് ഗോട്ടെങ്കിലും ആണ് എന്നൊക്കെ പറയുമ്പോ
അലോണ ആരാണ്? അലോണ ഒരു നോബിൾ ആണെന്ന് വിചാരിച്ചോ? അപ്പം ഞാൻ പറയണം ഏറെക്കുറെ ഞാനൊരു കോട്ടൊക്കെയാണ്. പക്ഷെ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യ്, നീ ഈ വർഷത്തെ വിൻതേം അടയ്ക്കണ്ട ഏത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇവർ ഒഴിവാകും. അല്ലെങ്കിൽ രാജാവിന് ഇവരെന്തെങ്കിലും കിടിലൻ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ അലോണ വന്നിട്ട് പറയാണ്, സാറിന് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമല്ലേ, ഞാൻ എന്തേ നല്ല കിടിലൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്യണം, അത് കഴിക്കുകയാണ്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ സായന്ത് വന്നിട്ട്, സായന്ത് ഒരു ക്ലർജിയാണെന്ന് വിചാരിച്ചോ, ഒരു പുരോഹിതനാണെന്ന് വിചാരിച്ചോ. സായന്ത് വന്നിട്ട് സാറേ സാറിനെ ഒരാൾ കുറ്റം പറഞ്ഞു, അപ്പോൾ ഞാൻ അവരെ ശപിച്ചു കളയുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഒന്നും ചെയ്യരുത്, ഞാൻ സാറിന് വേണ്ടി പ്രത്യേകം പൂജ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയേക്കണമെന്ന് പറഞ്ഞു. ആണല്ലേ, ഓക്കെ. അപ്പോൾ നീ എനിക്ക് നല്ലൊരു കാര്യമാണല്ലോ ചെയ്തത്, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ 2 കൊല്ലത്തേക്ക് നീ വിൻതേം എന്ത് ചെയ്യണ്ട, എനിക്ക് വേണ്ടി അടയ്ക്കണ്ട. സന്തോഷമായില്ലേ? അങ്ങനെയൊക്കെ ഈ ക്ലർജിമാരും നോബിൾസും രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് രാജാവിനെ പറഞ്ഞും സന്തോഷിപ്പിച്ചും സൂചിപ്പിച്ചൊക്കെ ഇവരിത് അടയ്ക്കാതെ, പിന്നെ ക്രമേണ ഇവർ അടയ്ക്കാണ്ട് തന്നെ. പക്ഷേ കോമൺ പീപ്പിൾസിന് വല്ലതും നടക്കും? ഇല്ല. കോമൺ പീപ്പിൾസ് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അടച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ചോദിക്കും, സാറേ ഈ ടാക്സ് അടയ്ക്കുന്ന ഇത്ര വലിയ കുറ്റമാണോ? എടാ മക്കളെ, നമ്മുടെ രാജ്യം, ഇപ്പം ഇന്ത്യ രാജ്യം ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു വർഷം 12 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ആൾക്കാർ ഇൻകം ടാക്സ് അടക്കണം. അതിൽ തന്നെ കുറെ ചാരിറ്റി അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 15 ലക്ഷം വരെ ആയാലേ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് ആരാണ് അടയ്ക്കേണ്ടത്? അത് അടയ്ക്കേണ്ടത് 15 ലക്ഷം വരെ വരുമാനം ഉണ്ടാക്കുന്നവനാണ്. സോ ദാറ്റ് മീൻസ് ഒരു മാസം 1.5 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടുന്നവൻ മാത്രം ടാക്സ് അടച്ചാൽ മതി, ഇൻകം ടാക്സ് അടച്ചാൽ മതി. ഇതങ്ങനെയല്ലാന്ന്. നമ്മൾ 20 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടോ, 1 രൂപ കൊടുക്കണം. 40 രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, 2 രൂപ കൊടുത്തോണം. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാവരും അടയ്ക്കണമെന്ന്, എല്ലാവരും അടച്ചിരിക്കണം. അങ്ങനത്തേതെന്ന് പറയുമ്പോൾ രാജ്യത്ത് പണക്കാരനും പാവപ്പെട്ടവനും പട്ടിണി കിടക്കുന്നവനും ഇത് അടയ്ക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ നമ്മളെ കൊല്ലുന്ന നികുതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കത് ഡയറക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇപ്പം നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കുട്ടികളാണെന്നെങ്കിൽ പോലും നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിച്ചു, നിങ്ങളൊരു നെറ്റ് റീചാർജ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളൊരു മിഠായി വാങ്ങിച്ച് കഴിച്ചു, കടയിൽ നിന്ന് ഒരു ഷെയ്ക്ക് വാങ്ങിച്ച് കുടിച്ചു, നിങ്ങളും ആ ടാക്സ് അടയ്ക്കുന്നുണ്ട്, നിങ്ങളും നികുതി അടയ്ക്കുന്നു. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, ആ ബേർഡൻ നിങ്ങൾ അറിയുന്നില്ല, പാരൻസും അറിയുന്നില്ല. നമ്മളെല്ലാവരും അടയ്ക്കുന്നവരാണ്. പക്ഷെ ഇതങ്ങനെയല്ല, നമ്മുടെ വരുമാനത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളതിൽ ബുദ്ധിമുട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരുടെ ഭരണത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, വല്ലാണ്ട് അങ്ങ് കഷ്ടപ്പെടാൻ തുടങ്ങി. ഇനി നമുക്ക് വിപ്ലവത്തിലേക്ക് കടക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ജനങ്ങളെ പെടുത്തിക്കൂട്ടിയ പെടാപ്പാടുകളെ കുറിച്ചാണ്. ഇനി നോക്കോ, വിപ്ലവത്തിന് കാരണമാകുന്ന സംഭവത്തിലേക്കാണ് വരുന്നത്. ദ റൈസ് ഓഫ് മിഡിൽ ക്ലാസ്, മധ്യവർഗക്കാർ, കോമൺ പീപ്പിൾസ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ പീപ്പിൾ എന്ന് പറയുന്ന പോലെ മധ്യവർഗക്കാരുടെ ഒരു ഉയർന്നു വരവാണ് എന്താ പറയുക, കംപ്രൈസർ എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക. ഓക്കെ, എന്താ പറയാ, നമ്മള് മധ്യവർഗക്കാരുടെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അവര് കയറി എടാ 5% വരുന്ന ക്ലർജിമാർക്കോ 5% വരുന്ന നോബിൾസിനോ 90% വരുന്ന സാധാരണക്കാരന്റെ കൂടെ പിടിച്ചിക്കാൻ പറ്റുമോ? ഏതോ ഒരു സിനിമയില് മോഹൻലാല് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ടേ ഒരു വലിയ വലിയ പണക്കാരൻ വണ്ടി തടയുന്നുണ്ട്. അപ്പൊ അവര് തോക്ക് ചൂണ്ടിയിട്ട് മാറാന്നൊക്കെ പറയും. അപ്പൊ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, അവിടെ 1 ലക്ഷം പേരെ കൊണ്ടാണ് മോഹൻലാൽ വന്നേക്കണേ. എന്നിട്ട് മോഹൻലാൽ ചോദിക്കുന്ന ഡയലോഗാണ്, എൻ്റെ കയ്യിലുള്ള ആ തോക്കിലുള്ള ആ 6 ബുള്ളറ്റ് വെച്ച് നീ ഞങ്ങളെ എന്ത് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അയാൾ പേടിച്ച്, തോക്ക് പിടിച്ച് നിൽക്കുന്ന ആൾ പേടിച്ചു പോയി. കാരണം ശരിയല്ല, അവൻ 6 പേരെ വെടിവെച്ചു എല്ലാം പറ്റും, അപ്പോഴും കിടക്കല്ലേ ബാക്കിയുള്ളവര്, പേടി കൂടി. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചേ. ഒരു രാജ്യത്തുള്ള നോബിൾസും ക്ലർജിയും രാജാവ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും കൂടെ അല്ലെ എന്താ പറയാ എഗെയിൻസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ തീർന്ന ആ രാജ്യം. അതാണ് പിന്നെ നമ്മൾ കണ്ടത്. കോമൺ പീപ്പിൾ കൂടി അങ്ങ് പോയി പൊക്കി പറഞ്ഞാൽ പോരെ. കോമൺ പീപ്പിൾ ഇങ്ങനെ അങ്ങ് പോയി അങ്ങ് പൊക്കി പറഞ്ഞാൽ പോരെ, മറ്റേ ടാക്സിന്ന് ഒഴിവാക്കാൻ അല്ലേ. കോമൺ പീപ്പിളിന് അങ്ങനെ കയറാൻ പറ്റുമോ? പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടാ? ഇവിടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പറ്റുന്നില്ല, ജനാധിപത്യ വ്യവസ്ഥയിൽ പറ്റുന്നില്ല. ഇപ്പൊ രാജാവ് ഭരിക്കുന്ന സമയത്ത് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടാ? ഇവിടെ എന്തുമാത്രം രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളും കൂട്ടക്കൊലകളും മറ്റു കേസുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നു. ഡയറക്റ്റ് ആക്ഷൻ എടുക്കാൻ പറയാൻ പറ്റുന്നുണ്ടോ? പോലീസിനോട് പോലും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
അപ്പോൾ അന്ന് അവിടെ പറ്റുന്നതാണ് നിങ്ങൾ കരുതി വെച്ചേക്കുന്നത്, നടക്കൂല. അപ്പോൾ ഇതിനെതിരെ കോമൺ പീപ്പിളിന്റെ ഒരു ഉയർച്ചയാണ് നമ്മൾ കണ്ടത്. റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, മധ്യവർഗത്തിന്റെ ഉദയം, അവരുടെ കടന്നുവരവ്. നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. നമുക്ക് നോക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. ഒരു ഗ്ലാസ് ബൂസ്റ്റും 2 ബിസ്ക്കറ്റും കഴിച്ച് ഓടി വരാം. ഞാൻ നിർത്തിയോടത്തുനിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ആര് പറയും? നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ദേവിക മോനെ പറഞ്ഞടാ, നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയേ? എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ് അല്ലെ. അപ്പോൾ മിഡിൽ ക്ലാസിന്റെ എമർജൻസ്, സാധാരണക്കാരൻ അവന്റെ കടന്നുവരവാണ് ഇനി നമ്മൾ പറയുന്നത്. ഒരു സാധാരണ മറ്റേ ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെടാൻ എന്താ പറയുക, ഒരുപാടുള്ളവന്റെ അടുത്തും അതേപോലെ തന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവന്റെ അടുത്തും കളിക്കാൻ നിൽക്കരുതെന്ന് പറയൂലേ. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു ജനതയുടെ കടന്നുവരവാണ് ശരിക്കും ഫ്രാൻസിന്റെ പൊളിറ്റിക്കൽ ഫീൽഡ് തന്നെ നേരെ മലർത്തിയടിച്ചത്, അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ അങ്ങ് മാറി മറിഞ്ഞത് അവിടെ നിന്നാണ്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. അതൊരു വല്ലാത്തൊരു കഥയാണ് അല്ലെ. നമുക്ക് ആ ഒരു കഥയിലേക്ക് കടക്കാം. ദ പ്രോഗ്രസ് മെയ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ഫ്രാൻസ് അറ്റ് ദാറ്റ് ടൈം ലെഡ് ദ റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സമയത്ത് ഈ മധ്യവർഗ ജനങ്ങൾ വളരെയധികം കൂടിയ കാലഘട്ടത്തിൽ, അവരാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അവരുടെ എണ്ണത്തിൽ വർധനവ് വന്ന സമയത്ത് അവിടെ കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യവസായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഇൻഡസ്ട്രിയൽ വ്യവസായ വിപ്ലവം യൂറോപ്പിൽ മൊത്തം ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവിടെ കൃഷി വല്ലാതെ കൂടാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ രംഗങ്ങൾ വളരെയധികം വളരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവിടെ മിഡിൽ ക്ലാസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് നല്ല പോലെ പ്രൊഡക്ഷൻ, കൃഷി ആയിക്കോട്ടെ അത് വളരെയധികം പ്രൊഡക്റ്റ് കൂടാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അവര് ഒരുപാട് അവരുടെ കൈകളിലേക്ക് വരുമാനം വരാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പണ്ട് 20 രൂപ കിട്ടിയിരുന്നവൻ 1 രൂപ ടാക്സ് അടയ്ക്കണം, ഓക്കെ. പക്ഷെ അവന്റെ കയ്യിലേക്ക് 40 രൂപ വരാൻ തുടങ്ങിയാനോ, അവൻ അവിടെ 1 രൂപ അടയ്ക്കുന്നതിന് പകരം അവൻ അവിടെ 2 രൂപ അല്ലെങ്കിൽ 4 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവൻ 100 രൂപയിലേക്ക് എത്തിയാലോ. അങ്ങനെ ആളുകളുടെ കൈകളിലേക്ക് ഫണ്ട് വരാൻ തുടങ്ങി. ന്യൂ സിറ്റീസ് എമർജ്ഡ്, പുതിയ നഗരങ്ങൾ, ഫ്രാൻസിൽ പുതിയ സിറ്റികൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. These who took advantages of the employment opportunities in cities progressed economical and become the part of the middle class. ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി, കൂടുതൽ സാമ്പത്തികമായിട്ട് ആ സിറ്റികൾ പുരോഗമിക്കാൻ തുടങ്ങി. ആൾക്കാർ എവിടെ ചെന്നാൽ അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടാൻ തുടങ്ങി. ഒരുപാട് പൈസ സമ്പാദിക്കുമ്പോൾ അവരുടെ ജീവിത നിലവാരത്തിലും കുറെ മാറ്റങ്ങൾ വരും. ഓഫ് കോഴ്സ് അവർ ടാക്സ് കൊടുക്കണം, പക്ഷേ അത്തരത്തിൽ ടാക്സ് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ദേഷ്യവും വരാൻ തുടങ്ങും. മുമ്പ് എങ്ങും ഇല്ലാത്തത്ര പ്രശ്നവും വരാൻ തുടങ്ങും. എന്തോരം പൈസയാണ് ഞങ്ങളുടെ കഷ്ടപ്പെട്ടിട്ട് ഇവന്മാരി കൊണ്ടുപോയി തിന്നുന്നത് എന്നുള്ളൊരു തോന്നല് ജനങ്ങളിലേക്ക് വരാൻ തുടങ്ങും. കൂടുതൽ ജനങ്ങൾ മാറാൻ തുടങ്ങും അല്ലെ. ഡൊമസ്റ്റിക് ട്രേഡ്, അതായത് നാട്ടിലെ കച്ചവടം, ആൻഡ് ദ ട്രേഡ് വിത്തിൻ ദ കോളനീസ്. അതായത് ഫ്രാൻസിന് ഒരുപാട് കോളനികളുണ്ട്. ഫ്രഞ്ച് കോളനികളാണ്. ഇപ്പൊ ഫ്രഞ്ച് കോളനികൾ ഇഷ്ടംപോലെ. ഇപ്പൊ കോങ്കോ ഒക്കെ ഫ്രഞ്ച് കോളനി ആയിരുന്നു. കോങ്കോ, അതേപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കയിലുണ്ടായിരുന്ന കോങ്കോ, അതേപോലെ തന്നെ ഫ്രാൻസിന്റെ മറ്റൊരു കോളനിയായിരുന്നു മൊറോക്കോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെ ഉള്ള ഒരുപാട് കോളനികളിലും ഇവരുടെ പ്രോഡക്റ്റുകളൊക്കെ നല്ല രീതിയിൽ എന്താ പറയാ ഇതാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ദ ബോക്സ് ഇസ് നോട്ട് നീഡഡ്. അഗ്ന ഷാജൻ പറയുന്നതാണ്. മോനെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് മുഴുവനും തള്ളിക്കളയാൻ പറ്റൂല. കാരണം ഒരു മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്ന് കയറി വരാം. പ്രത്യേകിച്ച് നിങ്ങൾ SSLC കുട്ടികളാണ്. അപ്പോൾ ആ ഭാഗം കൊണ്ട് നിങ്ങളൊന്ന് വായിച്ചു പോകുന്നതിൽ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഓക്കെ, ഡൊമസ്റ്റിക് ട്രേഡ് ആൻഡ് ദ ട്രേഡ് വിത്ത് ദ കോളനീസ്. എ മേജർ പാർട്ട് ഓഫ് ദ സിറ്റീസ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദീസ് വെൽത്തി പീപ്പിൾ. അങ്ങനെ വന്നപ്പോൾ സമൂഹത്തിലെ ഒരു പ്രധാന ആളുകൾ ഇത്തരത്തിൽ പൈസ സമ്പാദിക്കുന്ന കച്ചവടക്കാരുടെ കൈകളിലേക്കൊക്കെ ഒരുപാട് സമ്പത്ത് ആ കാലഘട്ടത്തിൽ വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു പരിധിവരെ ആളുകൾ, ഈ മധ്യവർഗക്കാരുടെ ഒരു ഉദയം അവിടെ സംഭവിച്ചപ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ കൺട്രോളബിൾ ആയി തുടങ്ങി, അല്ലെങ്കിൽ ജനങ്ങൾ കുറെയൊക്കെ തിരിച്ചറിവുള്ളവരായി തുടങ്ങി എന്ന് പറയും. ഇപ്പൊ നമ്മൾ തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? നമ്മളുടെ കൈകളിലേക്ക് ഇൻഫോർമേഷൻ വരാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ കൈകളിലോട്ട് ഇൻഫോർമേഷൻ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ChatGPT ചെയ്താൽ മതി എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയില്ലേ? ശരിയാണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ചേ. അത്തരത്തിൽ ജനങ്ങൾ മാറാനായിട്ട് തുടങ്ങി. കഴിഞ്ഞിട്ടില്ല. ദ മിഡിൽ ക്ലാസ്. Next, the middle class thus formed. Sorry, next slide please. The middle class thus formed also included doctors, lawyers and bankers. ഇതിൻ്റെ അകത്ത് വരുന്നവരിൽ വൈദ്യന്മാരുണ്ടായിരുന്നു,
അതേപോലെ തന്നെ നിയമജ്ഞരുണ്ടായിരുന്നു, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. മിഡിൽ ക്ലാസ് ഹാഡ് ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ്. ഈ മധ്യവർഗ്ഗക്കാരെല്ലാം തന്നെ ഗവൺമെന്റിന് നികുതി കൊടുക്കണമായിരുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ. ഡിസ്പൈറ്റ് ദെയർ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് അഡ്വാൻസ്മെന്റ് ദേ വെർ നോട്ട് ഗിവൺ ടു സ്റ്റാറ്റസ് ഓർ ടു പവർ ദേ ഡിസർവ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻസ് ആൻഡ് ദ ആർമി. ഇവർക്ക് എന്താ പറയുക, നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഇവർ ഒരുപാട് മുൻപന്തിയിൽ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് യാതൊരുവിധ പ്രിവിലേജ് ആ സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടിയിരുന്നില്ല. ദ മിഡിൽ ക്ലാസ് ഹാഡ് എ ഡീപ്പ് ഡിസ്കണ്ടന്റ്മെന്റ്. അവർക്ക് ഒരുപാട് ഡിസ്കണ്ടന്റ്മെന്റ്, അവർക്ക് ഒരുപാട് അസംതൃപ്തി, അല്ലെങ്കിൽ അവർക്ക് ഒരു പുച്ഛം, നാണക്കേട് അനുഭവിക്കേണ്ടതായിട്ടും വന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടില് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് നമ്മുടെ നാട്ടില് ഒരുപാട് പേര് തട്ടുകടകൾ നടത്തുമായിരുന്നു. ഈ തട്ടുകടകൾ നടത്തുന്നവരുടെ വരുമാനം എന്ന് പറയുന്നത് മാസം 60,000, 70,000, 80,000 രൂപയ്ക്കാണ് ഇപ്പോൾ. പക്ഷേ ഒരു സർക്കാർ സർവീസിലൊക്കെ ആദ്യമായിട്ടൊക്കെ കയറുന്നവന് ചിലപ്പോൾ വല്ല 30,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ. പക്ഷേ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്ഥിരം ജോലിയുടേതായിട്ടുള്ള ഒരു പ്രിവിലേജോ ഒരിതോ ഈ തട്ടുകട നടത്തുന്നവരിൽ നമ്മൾ കാണാറില്ല. അവരെ സൊസൈറ്റി വില വയ്ക്കുന്നതായിട്ട് പോലും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അവർ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം വളരെ വലുതാണ്. പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, മുഖവിലേക്ക് എടുക്കാറില്ല. അതാണ് സത്യം. ശരിയാണെങ്കിൽ ഒന്ന് കൈവച്ച് കാണിച്ച്. ശരിയാണെങ്കിൽ ശരിയല്ലേ? ആണ്, ശരിയാണത്. അവര് നല്ല വരുമാനം ജനറേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് നമ്മുടെ സൊസൈറ്റി വേണ്ടത്ര വില കൽപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതേപോലെ തന്നെ നമ്മുടെ മിഡിൽ ക്ലാസ്സുകാർ കച്ചവടം ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവരിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അതായത് വൈദ്യം പഠിച്ചവരുണ്ട്, അവരിൽ ലോയേഴ്സ് ഉണ്ട്, നിയമം പഠിച്ചവരുണ്ട്, അവരിൽ ബാങ്കേഴ്സ് ഉണ്ട്, അക്കൗണ്ടിങ് പഠിച്ചവരുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കും വേണ്ടത്ര വിലയില്ല. പ്രഭുക്കന്മാർക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസോ ഒരു സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ ഇത്രയും കാശുണ്ടായിട്ട് പോലും അവർക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അവര് മിഡിൽ ക്ലാസ് അവിടെ ഉയർന്നു വന്നു. അവർക്ക് നല്ല സൊസൈറ്റിയെ മാറ്റിമറിക്കാവുന്നത്ര പവർ അവർക്ക് ഉണ്ടായിരുന്നിട്ടും അവരെ മൈൻഡ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരുമോ, വിഷമം വരുമോ, ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളല്ലേ എന്ന് വരെ അവർ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അവർ വേണ്ടത്ര ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ നേരത്തെ തന്നെ ഇവരെ ഭരണത്തിലും കാര്യങ്ങളിലൊക്കെ ഉൾക്കൊള്ളിച്ചിരുന്നത് ഫ്രാൻസ് വേറെ ലെവലായിരുന്നു യൂറോപ്പിലാണ്. അങ്ങനെ ആയ ചരിത്രമുണ്ട്. അത് ഞാൻ പറയാം. നെപ്പോളിയൻ എന്ന് പറഞ്ഞ ഒരു രാജാവിന്റെ ഭരണകാലഘട്ടത്തിൽ ഫ്രാൻസ് അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് വരാം. അപ്പോ ഇവരെ വേണ്ടത്ര ഇതിലേക്ക് ഉണ്ടാക്കില്ല. ഈ സമയത്ത് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വേറൊരു കാര്യം ഫ്രാൻസിൽ നടക്കുകയാണ്. എന്താണ് ആ കാര്യം എന്നല്ലേ? സാമ്പത്തിക പ്രതിസന്ധി. ഫ്രാൻസ് തകരാൻ തുടങ്ങി. മിഡിൽ ആയിട്ടുള്ള ആളുകൾ ഉയർന്നു വന്ന അതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ചു കാലം മാത്രമേ ആ ഒരു ഫ്രാൻസിന്റെ ആ ഉയർച്ച കാണാൻ പറ്റുള്ളൂ. അതിന് ലൂയി 16 ലാസ്റ്റ് നാളുകളായപ്പോഴത്തേക്കും ഫ്രാൻസ് വൻ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കാൻ തുടങ്ങി. എന്തായിരുന്നു അതിനുള്ള കാരണം എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡിക്രീസ് ഇൻ പ്രൊഡക്ഷൻ. ഉൽപാദനം കുറയാൻ തുടങ്ങി. കാരണം ഈ വ്യവസായ വിപ്ലവം ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാന്ന് പറഞ്ഞു. അതിൽ ഡോമിനന്റ് ആയി മാറിയത് ജർമ്മനിയും ഇംഗ്ലണ്ടുമാണ്. അപ്പൊ ഫ്രാൻസിന് സ്വാഭാവികമായിട്ടും കുറച്ച് പിന്നോക്കം പോകേണ്ടി വന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു. ഫ്രഞ്ച് നഗരങ്ങളിൽ അല്ലെങ്കിൽ ഫ്രാൻസിലെ സിറ്റികളിലൊക്കെ ഉള്ള പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. ദിസ് ലെഡ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ സെറൽസ് ആൻഡ് ബ്രെഡ്. അതായത് ധാന്യങ്ങൾക്കും ബ്രെഡിനും ഇവിടെ വില കൂടാൻ തുടങ്ങി. ധാന്യത്തിൽ നിന്ന് കുഴച്ച് മാവ് ഉണ്ടാക്കിയിട്ടാണല്ലോ ബ്രെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ധാന്യമായിക്കോട്ടെ, ബ്രെഡ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ബ്രെഡിന് വില കൂടി നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ ചോറിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവാത്തത്. നമുക്ക് മെയിൻ ചോറാണ്, പക്ഷെ അവർക്ക് ബ്രെഡാണ് മെയിൻ. അവർ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് മുറിച്ച് സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണ് ഫ്രാൻസിലുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് കൈവച്ച് കാണിച്ചേ. ഇവർ രുദ്രയൊക്കെ ചിന്തിക്കണ്ടാവും, ഞാൻ ബ്രെഡ് കഴിക്കാറില്ല, പിന്നെ ബ്രെഡ് കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ കുഴപ്പം അല്ലേ? ചിലപ്പോഴും ഒരു ഞായറാഴ്ചയിൽ വല്ല ചിക്കൻ എങ്ങാനും കൂട്ടി കഴിച്ച് എന്നാണ് പറയുന്നത്. പക്ഷെ ഫ്രാൻസിലുള്ള ആൾക്കാർ അങ്ങനെയല്ല രുദ്ര. ഫ്രാൻസിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ സംഭവം ബ്രെഡാണ്. മനസ്സിലായില്ലേ? The price of cereals increased by 60%. 60% വില കൂടിയത്. 1-2 അല്ല. മനസ്സിലായില്ലേ? 60%. ഇരട്ടിയാണ്. മനസ്സിലായില്ലേ? ഇരട്ടിക്ക് മേലെ അത്രത്തോളം അതിന്റെ വില അങ്ങനെ എന്ത് ചെയ്തു? കൂടി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ദ ഇൻക്രീസ് ഇൻ വേജ് വാസ് ഓൺലി 22%. എന്നാൽ ഇവിടെ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ ഇവിടെ
ജോലി ചെയ്യാനുള്ള ആൾക്കാരുടെ ശതമാനത്തിൽ വന്ന കൂടുതൽ എന്ന് പറഞ്ഞാൽ വെറും 22%. മനസ്സിലായില്ലേ? 100 പേരുണ്ടെങ്കിൽ 22% ആളുകൾക്ക് മാത്രമേ, അപ്പൊ ബാക്കി 78% ആളുകളും ജോലി ഇല്ലാണ്ട് പുറത്തുക്കേണ്ടി വരും അല്ലേ? A service shortage of fooder saw the huge declines of livestock. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്താ പറയാ ഇല്ലാണ്ടായി, കച്ച് കാര്യങ്ങളൊക്കെ കിട്ടാണ്ടായി, ധാന്യങ്ങളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് സ്റ്റോക്ക്, അതായത് പശുക്കള്, നാൽക്കാലികള്, ഇതും കുറയാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു ദ ട്രേഡ് എഗ്രിമെന്റ് സൈൻഡ് ബൈ ദ ഫ്രാൻസ് വിത്ത് ബ്രിട്ടൻ, there was huge reductions import duties of British product. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു വ്യാപാര കരാർ ഈ കാലഘട്ടത്തിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ബ്രിട്ടനിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഫ്രാൻസിലോട്ട് ഇറക്കുമതി ചെയ്യുമായിരുന്നു, ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇൻ ഫ്രഞ്ച് മാർക്കറ്റ് വാസ് ഫ്ലഡഡ് വിത്ത് ബ്രിട്ടീഷ് പ്രോഡക്റ്റ്. ഫ്രഞ്ച് മാർക്കറ്റിൽ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ കുത്തനെ ഒഴുകാൻ തുടങ്ങി, ഇങ്ങോട്ടേക്ക് കുത്തിയൊഴിച്ച് വരാൻ തുടങ്ങി. കുത്തിയൊഴുകി വരിക എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. അത് പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ട് വന്നു തുടങ്ങി. ഒരുപാട് സാധനങ്ങൾ ബ്രിട്ടീഷ് മാർക്കറ്റിൽ നിന്നും ഫ്രഞ്ച് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? മെയ്ഡ് നേറ്റീവ് ആർട്ടിസൻസ് അൺഎംപ്ലോയിഡ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പ്രോഡക്റ്റുകൾ ആർക്കും വേണ്ട, ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ മതി. അപ്പൊ നാട്ടിലുള്ള ആളുകൾ ജോലി ഇല്ലാത്തവരായി മാറി, അവരുടെ പ്രോഡക്റ്റുകളൊന്നും ആരും വാങ്ങാണ്ടായി. അതിനാണെങ്കിൽ വില കൂടുതലുമാണ്. അപ്പോഴാണ് ബ്രിട്ടനിൽ നിന്ന് കിട്ടില്ല. ഒരു സമയത്ത് ഇന്ത്യക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. സായന്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2011 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് നിനക്ക് വെറും 2 വയസ്സുണ്ടാവുള്ളൂ, അപ്പോൾ അല്ലെങ്കിൽ 1 വയസ്സുണ്ടാവുള്ളൂ. അന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം എന്ന് വെച്ചാൽ, അന്ന് ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വൻതോതിൽ വന്നിട്ടുണ്ട്. മൊബൈലാണോ? ചൈനീസ് മൊബൈൽ ഉണ്ട്. ലൈറ്റ് വേണോ? ചൈനയുടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റർ വേണോ? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പല സാധനങ്ങളും ചൈനയുടെ വന്നപ്പോൾ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് പൊളിഞ്ഞടിഞ്ഞ ഒരു സമയമുണ്ട്. 2011, 12, 13 വരെയുള്ള കാലഘട്ടങ്ങളിൽ. പിന്നീടാണ് ചൈനീസിലെ പല ലിസ്റ്റ് പ്രോഡക്റ്റുകൾ കമ്പനി ഒഴിച്ച് ബാക്കി ലോക്കൽ കമ്പനിയുടെ മൊത്തം നിരോധനം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ചൈനയുടെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതൊരു കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ഡീലർഷിപ്പ് എടുത്താൽ അങ്ങനത്തെ വരുള്ളൂ. മുമ്പ് അങ്ങനെയല്ല, ഡയറക്റ്റ് ചൈനയിൽ നിന്ന് ഇറക്കാം, എന്ത് സാധനം വേണമെങ്കിലും ഇറക്കാം. എന്തുമാത്രം ചൈനീസ് ആപ്പുകൾ ഉണ്ടായിരുന്നു. ടിക്ടോക്ക് പിള്ളേരൊക്കെ ഒന്ന് കൈവച്ച് കാണിച്ച് നിങ്ങൾക്ക് ഓർമ്മയിൽ നിങ്ങളുടെ ചേട്ടന്മാരുടെ ഒക്കെ ഒന്ന് ചോദിച്ചാൽ മതി. ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അരുൺ സാറിനൊക്കെ അറിയാം. അരുൺ സാറിനൊക്കെ എന്തുമാത്രം വീഡിയോസ് ഇറക്കിയാന്നറിയാം. പറഞ്ഞിട്ട് എന്ത് കാര്യം? അതൊക്കെ നിരോധിച്ചു. ചൈനീസ് ആപ്പുകൾ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഫ്രാൻസിൽ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ വന്നെന്ന് അറിയാൻ തുടങ്ങി. അപ്പൊ അവരുടെ സാധനങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാണ്ടായി. വിലയില്ലാതെ ഭയങ്കര വില കൂടുതലാണ്, ആളുകൾ വാങ്ങാണ്ടായി. അതൊക്കെ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകൾ തന്നെ ആളുകൾ വാങ്ങിച്ചു കൂടാം. പിന്നെ ബ്രിട്ടൻ അറിയാലോ, ബ്രിട്ടൻ അമേരിക്കൻ കോളനിയുണ്ട്, ഇന്ത്യ ഒരു കോളനിയായിരുന്നു, സൗത്ത് ആഫ്രിക്ക ഒരു കോളനിയായിരുന്നു, ഓസ്ട്രേലിയ മറ്റൊരു കോളനിയായിരുന്നു. ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന അത്രയും കോളനി വേറൊരു രാജ്യത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ ജർമ്മനി ആയിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആ ലെവലില് ഇവര് ബ്രിട്ടീഷുകാർ ഡോമിനന്റ് ആയിരുന്നു. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥർ എന്നല്ല അവർ പറഞ്ഞിട്ടുണ്ടായി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം അല്ലെ? അപ്പൊ ആ ലെവലിലോട്ട് അവരെന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. അപ്പോ ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് കഥയിലേക്ക് വരുന്നത്. ലൂയി ദ 16, ലൂയി 16 ബോറോഡ് ഹ്യൂജ് സം ഓഫ് ഫ്രം ബാങ്ക്സ്. ഇവിടുത്തെ ബാങ്കുകൾ ഉണ്ടല്ലോ, ഫ്രാൻസിലെ ബാങ്കിൽ നിന്നും ലൂയി 16 കോടിക്കണക്കിന് രൂപയാണ് കൊട്ടാരത്തിന്റെ ചെലവിന് വേണ്ടിയിട്ടും, കൊട്ടാരത്തിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടും, കൊട്ടാരത്തിലെ പശുത്തൊഴുത്ത് നന്നാക്കാനും, കൊട്ടാരത്തിലെ സ്വിമ്മിംഗ് പൂൾ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്ത് വാങ്ങിച്ചു കൂട്ടിയത്. മനസ്സിലായില്ലേ? അത്രയും സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ നല്ലൊരു തുക കടമെടുക്കാൻ തുടങ്ങി. കടമെടുത്തു. ഇൻ എക്സ്ചേഞ്ച് ഫോർ ദീസ് ലോൺസ്, ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലോണിന് നമ്മൾ കൊളാറ്ററൽ വയ്ക്കണമല്ല, ദ ഗവൺമെന്റ് ഇഷ്യൂഡ് ബോണ്ട്. ഗവൺമെന്റ് ബോണ്ട് കൊടുക്കാൻ തുടങ്ങി. ബോണ്ട് എന്ന് വെച്ചാൽ കടപ്പത്രം. കൊട്ടാരത്തിൽ നിന്നുള്ളൊരു ഉറപ്പിന് നമ്മളിപ്പോൾ ലോൺ എടുക്കുമ്പോൾ എന്താ ചെയ്യുക? ആധാരം കൊണ്ടുപോയി പണയം വയ്ക്കും വീടിന്റെ, അല്ലെങ്കിൽ വല്ല ഡോക്യുമെന്റ്, കൊളാറ്ററൽ ഡോക്യുമെന്റ് എന്തെങ്കിലും ഹാജരാക്കും അല്ലേ? ആരാണത്? നിതൻ തേജ്. എടാ എന്തിനാണ് നീ ഇല്ലാത്ത കുത്തിപ്പൊക്കണത്? അവിടെ ഇരുന്നോട്ടറാ. ഓക്കെ, അപ്പോ നമ്മുടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഒരുപാട് എന്താ പറയാ ബോണ്ടായിട്ട് എന്ത് ചെയ്തിരുന്നു? ഇത് കൊടുത്തിരുന്നു, കടപ്പത്രം. ഉറപ്പാണ്, കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സാധനം എടുത്തുകൊണ്ട് പോവാം എന്നാണ് ആ ഉറപ്പ്. ഓക്കെ, ദ empty of coffers discourage the bankers from the lending more money. അപ്പൊ ഇവിടെ സംഭവിച്ചെന്ന് വെച്ചാല് അവിടുത്തെ ആ ഒരു ഖജനാവുണ്ടല്ലോ, അതൊക്കെ എന്താ പറയാ ഇല്ലാണ്ട് empty ആണ്, അവിടെ ഇല്ലാത്ത സാഹചര്യമാണ്. ഓക്കെ, അപ്പോ ലാസ്റ്റ് ബാങ്കിന് കൊട്ടാരത്തിന് ലോൺ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. മനസ്സിലായില്ല? അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്താ പറയാ empty of offices bank from the lending more money. അവർക്ക് കൊടുക്കാൻ പറ്റാത്ത അപ്പൊ കിങ് ഏത് എസ്റ്റേറ്റ്?
കിങ് എന്താ എസ്റ്റേറ്റിൽ ഉൾപ്പെടാത്തത്? എടാ കിങ് എസ്റ്റേറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. കിങ് എസ്റ്റേറ്റിൽ പെടൂല, ജനങ്ങളെയാണ് എസ്റ്റേറ്റിൽ പെടുത്തിരിക്കുന്നത്. പുരോഹിതന്മാർ തുടങ്ങി സാധാരണക്കാർ വരെയുള്ള ജനങ്ങളെ. കിങ് എന്ന് പറഞ്ഞ രാജ്യം, അയാളാണ് രാജ്യം. ഐ ആം ദ സ്റ്റേറ്റ് എന്നല്ലേ ലൂയി ഇപ്പൊ എന്നെല്ലാം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ദ എംപ്റ്റി ഓഫ് കോഫേഴ്സ് ഡിസ്കറേജ്ഡ് ബാങ്കേഴ്സ് ഫ്രം ദ ലെൻഡിങ് മോർ മണി. അപ്പൊ ബാങ്കിനും ലാസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റാണ്ടായി? ഖജനാവിൽ പൈസ ഇല്ല, ഖജനാവിൽ കൈയിട്ട് നോക്കിയപ്പോ ഒന്നുമില്ല കൊട്ടാരത്തില്. ഇനി കൊട്ടാരത്തിലുള്ള വല്ല സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാണ്ട് വേറെ നിർത്തില്ല. അപ്പൊ അവരും പൈസ കൊടുക്കൽ എന്ത് ചെയ്തു? നിർത്തി. ദേ ഡിമാൻഡഡ് ദാറ്റ് റൂൾസ് ഓഫ് ടാക്സേഷൻ ഷുഡ് ബി മെയ്ഡ് ഈക്വൽ എമംഗ് ഓൾ സിറ്റിസൺ. അവര് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി, എല്ലാവർക്കും ഒരേപോലെ നികുതി ഏർപ്പെടുത്തണം. ഈ ക്ലർജിമാരുടെ കയ്യിലും പുരോഹിതന്മാരായാലും കുറെ കാശ് കെട്ടിയിരിപ്പില്ലേ, അവരുടെ അടുത്ത് നികുതി വാങ്ങിക്കി. സാധാരണക്കാരനെ പിഴിയാനൊന്നുമില്ല. നമ്മളൊരു തോർത്തെടുത്ത് പിഴിഞ്ഞാല് വെള്ളം പോകുന്നവരല്ലേ പിഴിയാൻ പറ്റുള്ളൂ, പിന്നെ വെള്ളം ഇല്ലല്ലോ. പക്ഷെ നമുക്കാണെങ്കിൽ ലിറ്റർ ആണെങ്കിൽ വെള്ളം വേണം താനും. അപ്പൊ പിഴിയാതെ വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ ക്ലർജിമാരും പ്രഭുക്കന്മാരും, അവരുടെ കൂടെ നികുതി വാങ്ങിക്കാൻ ബാങ്കുകാർ തന്നെ എന്ത് ചെയ്തു? പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ആ കാലത്ത് ഫ്രാൻസിൽ വന്നു. ഇനി മുമ്പത്തെ സംഭവം എന്താണെന്നറിയാമോ? മുമ്പത്തെ കാലഘട്ടത്തിൽ ഫ്രാൻസ് ഒരു സാധാരണ രാജ്യമായിരുന്നു. ഇത്ര വലിയ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പണിയെടുക്കും, അവർ നികുതി കൊടുക്കും, എന്നിട്ട് അവർ ജീവിക്കും. അവർ വേറെ ഒതുങ്ങി ജീവിച്ചിരുന്നവരാണ് ഈ ഫ്രാൻസിലുള്ള ആൾക്കാരെന്നല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. പെട്രോളിന് എത്ര നികുതി കൂട്ടുന്നുണ്ട്, നമ്മളത് കൊടുക്കുന്നു, നമ്മൾ നമ്മുടെ പാടം നോക്കി ജീവിക്കുന്നു. എതിർക്കാനോ തടയാനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെല്ലാറുണ്ടോ? ഇല്ല, നമ്മൾ ഇതേപോലെ ജീവിച്ചു പോകുന്നു. പക്ഷേ ഫ്രാൻസിലൊരു പ്രശ്നം, ജനങ്ങള് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നുണ്ടായിരുന്നില്ലടാ, അവർക്കത് മനസ്സിലായിരുന്നില്ല. അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം അവരറിയുന്നില്ല. കാരണം ഇൻഫർമേഷന്റെ പോരായ്മ, ഇന്നത്തെ അത്രയും സംഭവ വികാസങ്ങളില്ലല്ലോ. അപ്പോ ജനങ്ങൾ ചൂഷണം ചെയ്യുകയാണ് എന്ന് മനസ്സിലായത് എങ്ങനെയെന്നറിയോ? അതിന് മനസ്സിലാവാൻ കാരണക്കാരായ കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ അവരെ ട്രോളന്മാരെന്ന് പറയും. അന്നത്തെ കാലത്ത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് പേരാണ് തിങ്കേഴ്സ്, ചിന്തകന്മാർ. ആ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഉയർന്നു വന്ന 3 ചിന്തകന്മാരുണ്ട്. പ്രധാനപ്പെട്ടവരാണ് അവര്. പിന്നെ ഒരുപാട് പേരുണ്ട്, പക്ഷെ 3 പേരെ ഞാൻ പറഞ്ഞുതരാം. റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഒരു ഹെയർ സ്റ്റൈലും നോട്ടൊക്കെ കണ്ട ഒരേപോലെ ഉണ്ടല്ലേ, പടം വരച്ച് വെച്ചപ്പോ പറ്റിപ്പോയതാണത്. ഓക്കെ, അപ്പോ ഇതിപ്പോ എന്റെയും ഡി ജോ സാറിന്റെ പടം ആരെങ്കിലും വരച്ചെന്ന് ഇരിക്കും, കുറെ കാലം കഴിഞ്ഞത് കാണിക്കുമ്പോൾ ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അതേപോലെ സംഭവിച്ചു പോയതാണിത്. അപ്പോ റൂസോ ആൻഡ് വോൾട്ടയർ, ആൻഡ് മോണ്ടസ്ക്യൂ, ഇവന്മാര് 3 പേരും ട്രോളിറക്കി ജനങ്ങളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ട്രോളിലൂടെ അല്ലെങ്കിൽ അവരുടെ ഐഡിയകളിലൂടെ ജനങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ജനങ്ങൾക്ക് ഇവിടെ ശരിയാണല്ലോ എന്ന് പറയുന്നത്. ഇതിനകത്ത് വോൾട്ടയർ പറയുന്ന ഒരു ഡയലോഗാണ്, അത് എന്നെ ഭയങ്കരമായിട്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ആശയങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എന്തായിരുന്നു ഇവരുടെ ആശയങ്ങൾ എന്ന് നിങ്ങളൊന്ന് നോക്കാം. ഒന്ന്, വോൾട്ടയർ ക്രിട്ടിസൈസ്ഡ് ദ ക്ലർജി, എക്സ്പെൽഡ് ഫ്രം ഫ്രാൻസ് ഫോർ ഹിസ് ബോൾഡ് റൈറ്റിംഗ്. ക്ലർജിമാരെ, പുരോഹിതന്മാരെ കളിയാക്കാൻ തുടങ്ങി. പുരോഹിതന്മാരെ വളരെയധികം വലിച്ചു കീറിയ ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം വോൾട്ടയർ. ഇനി റൂസോ പറഞ്ഞതാണ് വളരെയധികം എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഹുക്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. wrote the social contract, believed laws shape citizens and supported natural freedom. അദ്ദേഹം എന്താ പറയാ, ഒരു മനുഷ്യന് കിട്ടേണ്ട സ്വതന്ത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി വാദിച്ച ഒരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന റൂസോ. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് നോക്കിയ, സ്റ്റേറ്റിംഗ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ ജനിക്കുമ്പോൾ സ്വതന്ത്രനാണ്, പക്ഷേ എവിടെയും അവന് എന്തുണ്ട്? കെട്ടുപാടുകളുണ്ട്. ശരിയല്ല പറഞ്ഞത്? അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ ഒക്കെ നമ്മൾ സ്വതന്ത്രമായിട്ടാണ്, നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് നമ്മൾ ജനിക്കുന്നു. പക്ഷേ ഈ എന്തിനു പറയുന്നു, ഈ ചെറിയ പ്രായത്തിനിടയിൽ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോരുത്, അവരോട് മിണ്ടരുത്, അങ്ങനെ ഒരുപാട് ഉപാധികളിലൂടെ നിബന്ധനകളിലൂടെ നിങ്ങൾക്ക് ഈ ചെറിയ പ്രായത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, മുതിർന്നവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിൽക്കുന്നവരെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്, ഒരുപാട് കെട്ടുപാടുകളിൽ ചുറ്റിപ്പടിഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ജീവിതം. അപ്പൊ അത് വളരെ നല്ലൊരു പോയിന്റ് ആയിട്ട്. പിന്നെ മോണ്ടസ്ക്യൂ എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് ലോസ് processed 3 branches of government to protect the liberty. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന് 3, അതായത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഗവൺമെന്റിന്റെ 3 വശങ്ങൾ, ഗവൺമെന്റ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ആദ്യം പറഞ്ഞ വ്യക്തിയുള്ള ഒരാളാണ്. പിന്നെ ജോൺ ലോക്കി, അദ്ദേഹം പറഞ്ഞു നോക്കിയേ, ഹിസ് വർക്ക് ദ 2 treaties of government,
അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണത്. ടു ട്രീറ്റീസ് ഓഫ്, അതായത് ഗവൺമെന്റിന് 2 ഉടമ്പടികൾ എന്നാണ് ആ ഒരു പുസ്തകത്തിന്റെ മലയാളം. അതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണെന്നറിയോ? ഹി റിജക്റ്റഡ് ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് ആൻഡ് ഓപ്പോസിഡ് ട്രെനി. അദ്ദേഹം പറയുന്ന ഒരു ടൈറനി, അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ ദൈവികമല്ല, ദൈവദത്തമല്ല ഒരു രാജാവിൻ്റെയും അധികാരം എന്നാണ്. ഒരു രാജാവിൻ്റെയും ഭരണം ഒരിക്കലും എന്തല്ല, ദൈവികമല്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിലൂടെ. ഓക്കെ, സോറി, ടേബിൾ മെറ്റീരിയലിൽ ഇല്ലല്ലോ. എടാ, ഈ ടേബിൾ എന്ന് പറഞ്ഞാലേ ചിന്തകന്മാർ പറഞ്ഞ ഡയലോഗുകൾ മാത്രമാണുള്ളത്. പിന്നെ ഇത് ടേബിളിൽ, ഇത് മെറ്റീരിയൽ ടേബിളിന്റെ ഫോർമാറ്റിലല്ല കൊടുത്തേക്കണം. മെറ്റീരിയൽ അവരെ കുറിച്ച് നല്ല രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ മെറ്റീരിയലിൽ ഞാൻ ചുരുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് മാത്രം അങ്ങ് പഠിച്ചു വയ്ക്കുക. അതുകൊണ്ട് കാര്യമായില്ല, കുറച്ച് വിശദമായിട്ട് 10ാം ക്ലാസ്സിൽ വായിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അടുത്തത് മറ്റ് 2 ആളുകളാണ്, ടെർഗട്ടും നെക്കറും. 2 പേരാണ്, നിക്കറല്ല കേട്ടോ, നെക്കർ അല്ലേ. 2 പേരാണ്. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ അവര് വളരെ പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റുകളായിരുന്നു. ഹു ഇൻഫ്ലുവൻസ്ഡ് ദ ഫ്രഞ്ച് പീപ്പിൾ വിത്ത് ദെയർ ഐഡിയാസ് ആൻഡ് എക്കണോമിക് റീഫോംസ്. അവര് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലൂടെ സമൂഹത്തിലെ ജനങ്ങളെ, അവരുടെ ഐഡിയകളുണ്ടല്ലോ, അവരുടെ എക്കണോമിക്കലിയുള്ള ഒരു ആശയങ്ങളുണ്ടല്ലോ, അതിലൂടെ ഇപ്പൊ നമ്മൾ പറയുമല്ലോ നമ്മുടെ നാട്ടിൽ ഇന്നതാണ് വരേണ്ടത്. ഇപ്പൊ മറ്റേ ആൾക്കാർ പറയും മെട്രോ റെയിൽ അല്ല ഇവിടെ വരേണ്ടത്, ഇവിടെ മോണോ റെയിലാണ് വരേണ്ടത്, അതിന് പറ്റിയ സ്ഥലമാണിത്. അത്തരത്തിലുള്ള എക്കണോമിക്കലായിട്ടുള്ള ആശയങ്ങളിലൂടെ ജനങ്ങളുടെ കയ്യടി വാങ്ങിച്ച 2 ആളുകളാണ് ആര്? ടെർഗട്ടും നെക്കറും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകന്മാർ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർ പറഞ്ഞ കാര്യങ്ങളല്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇപ്പൊ ദ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻ. ഇത് ആരാണ് പറഞ്ഞതെന്നായിരിക്കും എക്സാമിന് ചോദിക്കുക. ഈ ഡയലോഗ് പറഞ്ഞത് ആര്? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ മറ്റേ ശ്രീനിവാസൻ ആലോചിക്കുന്ന പോലെ ഈ ഡയലോഗ് അല്ലേ എന്ന് ആലോചിച്ചിട്ട് ആ സംഭവം ക്ലിയർ ആയിട്ട് എഴുതണം. ഐശ്വര്യക്ക് മനസ്സിലായ? പിടികിട്ടിയ? യെസ് മക്കളെ. അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. ചാപ്റ്ററിന്റെ പേരെന്താണ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ബൂർബൻ രാജാക്കന്മാരുടെ ഒരു ഓട്ടോക്രാറ്റിക് റൂളിനെ കുറിച്ചാണ്. എസ്പെഷ്യലി ലൂയി 14, 15 ആൻഡ് 16. അദ്ദേഹത്തിന്റെ വൈഫായ മേരി ആന്റോണിയറ്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് സൊസൈറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ഒരു ഓട്ടോക്രാറ്റിക് ഭരണത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഫ്രഞ്ച് സൊസൈറ്റിയിൽ 3ാമത്തെ എസ്റ്റേറ്റ്. 3 എസ്റ്റേറ്റ് ആണല്ലോ, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരാണ്? ക്ലർജി. സെക്കൻഡ് എസ്റ്റേറ്റിൽ നോബിലിറ്റി. തേർഡ് എസ്റ്റേറ്റിലായിരുന്നു കോമൺ പീപ്പിൾ. കോമൺ പീപ്പിൾ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ടാക്സിനെ കുറിച്ചാണ്. വിങ് തേങ് എന്ന് പറയുന്ന ഒരു ടാക്സ് ജനങ്ങൾ ഏൽപ്പിച്ചിരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എമർജൻസ് ഓഫ് മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് ഫ്രാൻസിൽ ഉയർന്നു വന്നു അല്ലെ. ഒരു സമൂഹം അവിടെ പണക്കാരായി വരുന്ന ഒരു സാഹചര്യം. പണക്കാരെന്ന് വെച്ചാൽ കൂടുതൽ വരുമാനം കിട്ടുന്നു, തൊഴിലവസരങ്ങളും ഇൻഡസ്ട്രിയലൈസേഷന്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന എക്കണോമിക് ക്രൈസിസ് ആണ്, സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി വന്നതോടുകൂടി ജനങ്ങൾ ഗവൺമെന്റിനെതിരെ തിരിയാൻ തുടങ്ങി. അത് മാത്രമല്ല ആ കാലഘട്ടത്തിലെ തിങ്കേഴ്സ് ആയിട്ടുള്ള റൂസോ, വോൾട്ടയർ, മോണ്ടെസ്ക്യൂ, 3 ആളുകൾ, പിന്നെ അതുകൂടാണ്ട് ജോൺ ലോക്കിയും അങ്ങനെ നെക്കറിനെ പോലെ ആൾക്കാരൊക്കെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. അവരുടെ ട്രോളുകൾ അല്ലെങ്കിൽ അവരിറക്കിയ അവരുടെ സംഭവങ്ങൾ ജനങ്ങളിൽ എന്ത് ചെയ്തു? ക്ലിക്ക് അടിച്ചു. ഇന്നും നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ട്രോളൊക്കെ കാണുമ്പോൾ ചിരിക്കും. ചിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കൂല, ആ ശരിയാണല്ലോ എന്ന് പറയൂലേ. അപ്പൊ അങ്ങനെ ജനങ്ങൾ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. ആഞ്ഞടിച്ച വിഷയം അതിനു മുമ്പ് 1-2 സംഭവം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് കിടക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ, സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സുനിൽ സാർ കുറച്ച് നേരമായി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ സുനിൽ സാറിനോട് പറഞ്ഞു എൻ്റെ മക്കൾ കുറച്ച് നേരമായിട്ട് സോഷ്യൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു ചെറിയൊരു കുട്ടി ബ്രേക്ക് കൂടെ തരാം. വേഗം പോയിട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി, ഒന്ന് കൈകാലൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് കുടഞ്ഞ് 2 ചാട്ടമൊക്കെ ചാടിയിട്ട് ഓടി വാ. വേഗം ആയിക്കോട്ടെ കേട്ടോ.